Assalamualaikum warahmatullahi. Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. May yahdihillahu fala mudilla lahu wa may yudlil fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan 'abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-din kullihi walau karihal mushrikun. Allahumma salli 'ala Muhammadin wa 'ala ali Muhammad kama sallaita 'ala Ibrahim wa 'ala ali Muhammad kama barakta 'ala Ibrahim wa 'ala ali Ibrahim innaka Hamidum Majid. Amma ba'du fa inna asdaqal kalami kalamullah wa khairal hadi hadi Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu bid'atin dalalah wa kullu dalalatin finnar. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. സ്നേഹധനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ മഹല്ലിലുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുള്ള ഇസ്ലാമിക വിജ്ഞാന സദസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 4 ദിവസങ്ങളിലായി കേന്ദ്രം കൂട്ടിൽ ശാഖ സംഘടിപ്പിച്ചിട്ടുള്ള മത പ്രഭാഷണത്തിൻ്റെ 3-ാമത്തെ ദിവസമാണിന്ന്. ഏതൊരു മഹല്ലിലും ഇത്തരം ദഅ്വാ പ്രവർത്തനങ്ങൾ എത്രമാത്രം ശക്തമാകുന്നു അത്രമാത്രം ആ മഹല്ലിലും അവിടെയുള്ള വീടുകളിലും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവും പഠനവും നടക്കുമെന്നും അതുവഴി ദീനിയായി ജീവിക്കുന്ന വലിയൊരു തലമുറയെ നമ്മൾക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും എന്നതുമാണ് സത്യം. കഴിഞ്ഞ വർഷവും ഇതേപോലെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇസ്ലാമികമായി ഏതൊരു നാടും നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടായിരുന്ന നാടും അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള നാടും, ആ നാട്ടിൽ അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ കൂടുതലായി വർദ്ധിക്കുന്ന ഒരു സവിശേഷത ഉണ്ടായാൽ അവിടെ നമ്മൾക്ക് പരിശോധിച്ചാൽ 1-2 കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഒന്ന്, അത്തരം പ്രദേശങ്ങളിൽ ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനങ്ങൾ കുറവായിരിക്കും. യുവാക്കളിലും വളർന്നു വരുന്ന ആളുകളിലും അനിസ്ലാമികമായ ഒരുപാട് തോന്നിവാസങ്ങൾ ഒരു നാട്ടിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന്, ആ നാട്ടിൽ ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനങ്ങൾ കുറവായിരിക്കും. ആൾക്കാർ ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു വഴലിങ്ങനെ വെച്ചിട്ട് ആൾക്കാർക്കിടയിൽ അങ്ങനെ ഒരു സംഘടനാബോധം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞൊരു ടീമുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രോഗ്രാമൊക്കെ വെച്ച് അങ്ങനെ ഇപ്പോൾ മാറാൻ മാത്രം ഇവിടെ എന്താന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും. ഒരു പ്രസംഗവും ക്ലാസ്സൊക്കെ വെക്കാൻ മാത്രം നമ്മളെ നാട് അത്ര വലിയ മോശമാണോ എന്നൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ബനു ഇസ്രായേലരായ ആളുകൾ നശിച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തൊരു വാചകം കാണും. ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും. അവർ ദീനിൽ നിന്ന് വഴിതെറ്റിപ്പോകാനുള്ള കാരണം, അവർക്ക് ദീൻ ഉണ്ടായിരുന്നു, ഓരോ വാപ്പാർക്കും വല്യാപ്പാർക്കും ആ നാട്ടിലൊക്കെ ദീൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർ അതിൽ നിന്ന് വഴിതെറ്റി പടച്ചോൻ ഇഷ്ടപ്പെട്ട ആളുകളിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകളായിട്ട് അവിടുത്തെ ആളുകൾ മാറാനുള്ള കാരണത്തിൽ ഒന്ന് അള്ളാഹ് പറയണത് ഫത്വാല അലൈഹിമുൽ അമദ്, ദീനിയായ കാര്യങ്ങൾ കേൾക്കുന്നതിൻ്റെ ഡ്യൂറേഷൻ വർദ്ധിച്ചു.
ഒരു ദഅ്വ പ്രവർത്തനം കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഒരു അടുത്ത് സംഘടിപ്പിച്ചത്. അപ്പോഴേക്കും അതിനിടയിൽ ഈമാനികമായി ഒന്നാമത്തെ പ്രഭാഷണങ്ങളോ ക്ലാസ്സുകളോ കേട്ട് അതിൽ ഈമാനികമായി ഉണർവുണ്ടായി അത് ജീവിതത്തിൽ പുലർത്താൻ ശ്രമിച്ച ഒരാൾക്ക് അപ്പോഴേക്കും അടുത്തത് കിട്ടണം, എങ്കിൽ അത് നിലനിർത്തി പോകാൻ കഴിയും. പക്ഷെ അവർക്കിടയിൽ ദഅ്വ പ്രവർത്തനം കുറഞ്ഞപ്പോൾ നന്നായവർ തന്നെ പിന്നീട് മോശമായി തുടങ്ങി. മോശമായവർക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം അവർ ചളിക്കുണ്ടുകളിലേക്ക് ആഴ്ന്നു പോയി. അങ്ങനെ നല്ല പിതാക്കന്മാരുടെ മോശപ്പെട്ട മക്കളുണ്ടായി, നല്ല മാതാക്കളുടെ മോശപ്പെട്ട മക്കളുണ്ടായി, തൗഹീദുള്ള കുടുംബത്തിൽ ശിർക്ക് ചെയ്യുന്ന മക്കളുണ്ടായി. ഈ നാട്ടിലെ തോന്നിവാസങ്ങൾക്കെതിരെ പ്രതികരിച്ച നല്ല നാട്ടുകാരായ നല്ല കുടുംബക്കാരുടെ വീട്ടിൽ തോന്നിവാസങ്ങളുടെ പേരിൽ പിടിക്കപ്പെടുന്ന പേരമക്കളുണ്ടായി. ഖുർആനിന് കാരണം പറഞ്ഞത് ദീനിയായ കാര്യങ്ങൾ അവർക്കിടയിൽ കുറഞ്ഞു വന്നു എന്നാണ്. അപ്പൊ നമ്മുടെ കൂട്ടിൽ ഇത്തരം ദഅ്വ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു എന്നത് അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ്. നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇതിനൊരു തുടർച്ചയായി മാസത്തിലൊരിക്കലെങ്കിലും ഒന്നുകിൽ ഇങ്ങനെ, അല്ലെങ്കിൽ പള്ളിയെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ വീടുകൾ കേന്ദ്രീകരിച്ച്, നമ്മൾക്ക് ഒരുപാട് 100-400 വീടുകൾ പരിസരങ്ങളിൽ ഉണ്ടല്ലോ, നമ്മൾ ഒരു 50 വീടുകളെ കേന്ദ്രീകരിച്ചു മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെയുള്ള വീടിന്റെ മുറ്റത്ത് നടക്കുന്ന ഗൃഹാങ്കണ സദസ്സുകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീട്ടുമുറ്റങ്ങളിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രോഗ്രാമുകളോ ആയി ഈ 4 ദിവസത്തെ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ ഊർജം നിലനിർത്തണം എന്ന് ആമുഖമായി വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെടുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുടുംബസമേതം സ്വർഗത്തിലേക്ക് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കേണ്ടത്. ഞാൻ ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ എൻ്റെ ഒരു അകന്ന ഒരു കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊരു കുടുംബ സന്ദർശനത്തിൻ്റെ ഭാഗമായി പോയി. അപ്പോൾ ആ പോയ സമയത്ത് അദ്ദേഹം വലിയ നമ്മുടെ ഇരുമ്പിൻ്റെ വലിയ പൈപ്പ് വെൽഡ് ചെയ്യുകയാണ്. ഗൾഫിൽ നിന്ന് അദ്ദേഹം അതായിരുന്നു ജോലി. നാട്ടിലെത്തിയപ്പം അദ്ദേഹം അതേ ജോലി നാട്ടിൽ തന്നെ ആയതുകൊണ്ട് അദ്ദേഹം ഗൾഫ് നിർത്തി പോകുന്നതാണ്. വലിയ ഇരുമ്പിൻ്റെ വലിയ കുഴൽ അദ്ദേഹം വെൽഡ് ചെയ്യുകയാണ്. അപ്പോൾ വെൽഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചു, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയിൽ ഐസിൻ്റെ ക്യൂബ് വെച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ഈ വെൽഡിങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല തീജ്വാലയാണ്, നല്ല ശക്തമായ തീയാണ്. അപ്പോൾ ഒരു 10 സെക്കൻഡിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ ചുവന്ന് തുടുക്കും ചൂടുകൊണ്ട്. അപ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഐസിന്റെ ക്യൂബ് നിറച്ച പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി എടുത്തിട്ട് മുഖം ഇങ്ങനെ തണുപ്പിക്കും, വീണ്ടും ഇതേ ജോലി ചെയ്യും. അപ്പൊ ഇത് കണ്ടപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ അധ്യാപകനാണ്, നമുക്കും ഏതൊരാൾക്കും മനസ്സിലാകും ഇത് ശരീരത്തിന് ഭയങ്കര കേടാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലക്ക ഇത് നിങ്ങളെ ശരീരത്തിന് ഭയങ്കര കേടല്ലേ? അപ്പൊ അദ്ദേഹം അതിന് പറഞ്ഞു, അതെ ഇതിന് കേടാണെന്ന് മാത്രമല്ല, ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ ജോലി നിങ്ങളൊരു 5 വർഷം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞു തുടങ്ങും. അതൊരു 5-8 കൊല്ലം കൂടി ദീർഘിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കണ്ണിന്റെ കാഴ്ചശക്തി പോകാൻ തന്നെ സാധ്യത ഉണ്ട്. അപ്പൊ സ്വാഭാവികമായി നമ്മൾ അടുത്ത അദ്ദേഹത്തോടുള്ള ചോദ്യം, നമ്മുടെ ഒരു കണ്ണ് കാഴ്ചശക്തി പോകുക എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ഗുരുതരമായ സംഗതിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഇക്ക കണ്ണിന്റെ കാഴ്ചശക്തി ഒക്കെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ജോലി. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക്, മാഷ എനിക്കറിയാം കണ്ണിന്റെ കാഴ്ചശക്തി പോയ എത്ര ഗൗരവമാണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്കിപ്പോ ഈ ജോലി ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ശമ്പളമൊക്കെ ഉണ്ട്. ആ ശമ്പളം കൊണ്ട് എൻ്റെ ഭാര്യക്കും മക്കൾക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണിന്റെ കാര്യം നോക്കിയിട്ട് ഞാൻ പോവുകയാണെങ്കിൽ ചിലപ്പോ ഇത്ര മാത്രം എൻ്റെ ഭാര്യക്കോ മക്കൾക്കോ സന്തോഷം നൽകാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയാം, എൻ്റെ കണ്ണിന്റെ കാഴ്ചശക്തി കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല, എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എന്നെ കൊണ്ട് സന്തോഷവും സമാധാനവും കുറച്ച് കാലൊക്കെ നൽകാൻ കഴിയുമല്ലോ എന്ന് ആലോചിക്കുന്നത് കൊണ്ടാണ് മൗലവി ഞാൻ ഈ ജോലി ചെയ്യണത്. ഞാൻ പറഞ്ഞത് ഈ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും വാപ്പാരൊക്കെ ഈ ഒരു മാനസികാവസ്ഥയുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ കനോലി പ്ലോട്ടിലൂടെ, ഞാൻ വീട് നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കനോലി പ്ലോട്ടിൽ അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണ്.
എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, ആകെ 1 കിലോമീറ്റർ ഉള്ളൂ. അത് മെയിൻ റോഡ് കൂടെ ഇങ്ങനെ പോരുകയാണ്. മുമ്പുണ്ട് ചിപ്സിന്റെ പാക്കറ്റുമായി ഒരു കാല് മാത്രമുള്ളൊരു ബാപ്പ നമ്മുടെ വണ്ടിന്റെ നേരെ ഒറ്റക്കാല് കൊണ്ട് ചാടി ഇങ്ങനെ നമ്മളെ വണ്ടിയുടെ നേരെ ചിപ്സിന്റെ പാക്കറ്റ് ഇങ്ങനെ നീട്ടുകയാണ്. അപ്പുറത്തുണ്ട് കാഷ്യനട്ട്, അണ്ടിപ്പരിപ്പൊക്കെ. കണ്ണു കാണാത്ത ഒരു സാധുവായ ബാപ്പ ആളുകൾ ഇങ്ങനെ നടന്നു പോണ ശബ്ദം അത് കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കൂടെ എന്ന് ദയനീയമായി ചോദിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കണത്, ഈ വാപ്പയൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? ഒരു ചിപ്സിന്റെ പാക്കറ്റ് ഓരോ സാധുവായ മനുഷ്യന്റെ നേരെ നീട്ടി നിങ്ങൾ ഇന്നത് വാങ്ങുമോ എന്ന് ദയനീയമായി ആ വാപ്പ ചോദിക്കുന്നതിന്റെ കാരണം എന്താണ്? ആളുകളൊക്കെ കൂടി നിൽക്കുന്നിടത്ത് ഏതെങ്കിലും ഒരാൾ നടന്നു പോണ ശബ്ദം നോക്കിയിട്ട് കണ്ണ് കാണാത്തൊരുപ്പ പൊരിവെയിലത്ത് അണ്ടിപ്പരിപ്പിന്റെ പാക്കറ്റ് പുറത്തേക്ക് നീട്ടിയിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് വാങ്ങിക്കൂടെ എന്ന് ദയനീയമായി ചോദിക്കാനുള്ള കാരണം എന്താണ്? ഒറ്റ കാരണേ ഉള്ളൂ. അവരുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടാകും. അവർക്ക് പഠിക്കണം, അവരുടെ കല്യാണം നടത്തണം, അവർക്ക് താമസിക്കാൻ ഒരു വീട് വേണം, അവർക്ക് ഡ്രസ്സ് എടുക്കണം. അതിനൊരു ബാപ്പിമ്മി അങ്ങാടിക്ക് ഇറങ്ങാണ്, അതിനൊരു ബാപ്പിമ്മി ആളുകളോട് യാചിക്കാണ്, അതിനൊരു ബാപ്പിമ്മിയും സ്വന്തം ഒരു വേള സ്വന്തം അഭിമാനം പോലും ആളുകളുടെ മുന്നിൽ നോക്കാതെ കൈകൾ നീട്ടുകയാണ്. ഞാൻ പറയുന്നത് ബാപ്പ എന്നുള്ള നിലക്ക് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഓരോ ബാപ്പാരും ഇങ്ങനെയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നം എന്താന്ന് വെച്ചാൽ അവനാന്റെ മക്കൾ നമുക്ക് സന്തോഷമായി വരണം, നമ്മൾക്കൊരു കൺകുളിർമ ഖുർറത്തു ഐനായിട്ട് വരണം. സഹോദരിമാരും അങ്ങനെ തന്നെയാണ്. സഹോദരിമാരെ, ഇപ്പൊ ഗൾഫിൽ നിൽക്കുന്ന ഭർത്താക്കന്മാര്, ഗൾഫിൽ നിൽക്കുന്ന ഒരു ഭർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നാട്ടിൽ വന്നിട്ട് കുടുംബത്തിന്റെ കൂടെ ജീവിക്കണം. നാട്ടിൽ നിൽക്കുന്ന ഭാര്യയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഇക്കാക്കാന്റെ കൂടെ നാട്ടിൽ ജീവിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഗൾഫിൽ നിൽക്കുന്ന ബാപ്പാന്റെ ആഗ്രഹവും ഇക്കാക്കാന്റെ ആഗ്രഹവും നാട്ടിക്ക് വരണം. നാട്ടിൽ നിൽക്കുന്ന ഭാര്യന്റെ ആഗ്രഹം നാട്ടിക്ക് വരണം. രണ്ടുപേരുടെയും ആഗ്രഹം ഒന്നല്ലേ? നാട്ടിക്ക് വരണമെന്നല്ലേ? പിന്നെന്തേ അവർ രണ്ടാൾ തീരുമാനിച്ചാ പോരെ നാട്ടിൽ നിൽക്കാൻ? പിന്നെന്തേ ഒരു നാട്ടിൽ നിൽക്കാത്തത്? ആരും തടസ്സമല്ലല്ലോ. ഗവൺമെന്റ് തടസ്സമല്ല, ബാപ്പി മീത് എതിര് പറയണില്ല, പഞ്ചായത്ത് കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ടില്ല. രണ്ടുപേരുടെയും ആഗ്രഹം നാട്ടിൽ ഒന്നിച്ച് നിൽക്കാന്നാണ്. പിന്നെന്തേ നടക്കാത്തത്? അതിന്റെ നടുക്ക് മക്കളുണ്ട്. ആ മക്കൾ ചിലപ്പോൾ MBBS പഠിക്കാനും CA പഠിക്കാനും അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കായിരിക്കും, കല്യാണപ്രായം എത്തിയിട്ടുണ്ടാവും. അവർക്ക് വേണ്ടി ബാപ്പി ഇമ്മിൻ ദാമ്പത്യം പോലും താൽക്കാലിക കാലഘട്ടത്തേക്ക് ഉപേക്ഷിക്കുകയാണ്. അത്രയും കഠിനാധ്വാനം നമ്മൾ ചെയ്യുന്നുണ്ട് ഈ പറയണേ. നമ്മുടെ മക്കളുടെ നന്മക്ക്, നമ്മളുടെ മക്കളുടെ സമാധാനമുള്ള ഒരു വാർത്ത കേൾക്കാൻ, അവർ സന്തോഷിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാൾ അധികം അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. എത്രയോ ഞാനിപ്പോഴും ആലോചിക്കാൻ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അധ്വാനം പരിശ്രമവും ഒക്കെ നമ്മളെക്കാളധികം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടാനാണ്. എന്നാൽ നമ്മളൊരു ആത്മാർത്ഥമായി, ഇതൊരു ദീനിയായ സദസ്സാണല്ലോ, നമ്മൾ ആരെയും പറ്റി പുറമെ ചിന്തിക്കാതെ നമ്മളൊക്കെ വാപ്പാരാണ്. ഇപ്പൊ ഞാൻ 3 കുട്ടികളുടെ ഉപ്പയാണ്, അൽഹംദുലില്ലാ. ഞാൻ എൻ്റെ 3 മക്കളെയും ഇവിടെ ഇരിക്കണ ഓരോ ഉമ്മാരും ഏട്ടത്തിന്റെ അന്യത്തിന്റെ ഒരാളെ പറ്റി ആലോചിക്കാതെ സ്വന്തം മക്കളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഇവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുമ്പോഴും അധ്വാനിക്കുമ്പോഴും സത്യത്തിൽ അവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ച ഒരു സന്തോഷവും അഭിമാനവും ഒരു മനസ്സമാധാനവും അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഒരു 70-80% മുസ്ലിം രക്ഷിതാക്കളും സ്വന്തം മക്കളുടെ വിഷയത്തിൽ അങ്ങേയറ്റം പ്രയാസത്തിലാണ്. ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് മനസ്സിലാകാൻ വേണ്ടി. വെള്ളിയാഴ്ച ഖുതുബക്ക് ശേഷം ഒന്ന് സ്കൂള്
അവധിയായിരുന്നു. അപ്പം ജുമഴയ്ക്ക് ശേഷം ഒട്ടുമിക്ക ആളുകളോടും സംസാരിച്ച് അവസാനം ഒരു പ്രായമായി, എനിക്ക് തോന്നുന്നു ഒരു 60-ൻ്റെയും 70-ൻ്റെയും ഒരു 70 വയസ്സായിട്ടുണ്ടാവും, 70ഓളം വയസ്സുള്ള ഒരു ഉപ്പ, മൗലവിങ്ങളൊന്ന് പോകുന്നതിൻ്റെ മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി, പൈക്കോട്ടെ എന്ന് പറഞ്ഞു. സ്കൂളില്ലാത്തത് കൊണ്ട് അവിടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ വേണ്ടി ഒരു പടി ഇട്ടിട്ടുണ്ട്. ആ പടിയിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഞാൻ ചെന്നു, ഞാൻ ചോദിച്ചു, പള്ളിയിൽ ആരുമില്ല, എന്താ ഇക്ക, എന്താണ് നിങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞത്? അല്ല, ഉപ്പ പറഞ്ഞ വാചകം, മൗലവി ഞാൻ അങ്ങോട്ടൊരു ഫത്വ ചോദിക്കാനാണ്. അപ്പോൾ ചോദിച്ചു, എന്താണ് ഫത്വ? അദ്ദേഹം പറഞ്ഞു, ഒരു 2 മിനിറ്റ് നിങ്ങൾ കേട്ടാൽ എനിക്ക് അവസാനം ഒരു ചോദ്യമുണ്ട്. ചോദിച്ചു, നിങ്ങൾ പറഞ്ഞോളൂ, പ്രശ്നമൊന്നുമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 3 മക്കളാണ്, 4 മക്കളാണ്. 2 പെൺകുട്ടികൾ വിവാഹം കഴിപ്പിച്ചു വിട്ടു, പിന്നെ 2 ആൺകുട്ടികളാണ്. അതിൽ മൂത്തവൻ വിവാഹം കഴിച്ചു, ഗൾഫിലാണ്. അവന്റെ ഭാര്യയും കുട്ടികളും എൻ്റെയും ഞങ്ങളെ തറവാട്ടിൽ തന്നെയാണ്. രണ്ടാമത്തെ ഒരു മോനുണ്ട്, 10-30 വയസ്സായിക്കണം. അവന് നമ്മളുമായി യാതൊരു ബന്ധമല്ലാതെ താന്തോന്നിയായിട്ട് ജീവിക്കുകയാണ്. അവനെല്ലാ നാട്ടിലത്തെ മുഴുവൻ അലമ്പത്തരോനുണ്ട്, കച്ചറുണ്ട്, കുടിണ്ട്, നാട്ടിലത്തെ എല്ലാ പ്രശ്നത്തിലും ഓനുണ്ട്. അപ്പോ ഇപ്പോഴുള്ള പ്രശ്നം എന്താ മോര് വെച്ചാൽ, അവൻ ലഹരി കഴിഞ്ഞിട്ട് MDM ഇടയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങി, സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. പൈസ കിട്ടാവുന്നത് മുഴുവൻ അവൻ എടുത്തു കൊണ്ടുപോയി. ഇപ്പൊ തികയാതെ വന്നിട്ട് അവന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയും കുട്ടികളും ഇവിടെ വീട്ടിലാണല്ലോ, ആ ജ്യേഷ്ഠന്റെ ഭാര്യന്റെ ആഭരണങ്ങൾ അലമാര കുത്തി തുറന്നിട്ട് എടുത്തു കൊണ്ടുപോകാൻ തുടങ്ങി. ഞാന് പറമ്പിലേക്ക് ചെന്നപ്പോ ഒരട്ടം കാണുന്നത് മൗലവി, പാകമാകാത്ത അടക്കയും പാകമാകാത്ത തേങ്ങയും അവനൊരു പണിക്കാരനെ കൊണ്ടിട്ട് ഇടുകയാണ്. ഞാൻ ചെന്നപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് കുറെ, എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് വിൽക്കുക, ആ പൈസ കൊണ്ടോൻ കുടിക്കുക, ഓൻ ജീവിക്കാണ്. അവസാനം വീട്ടിലെ ജേട്ടന്റെ 2 മക്കളുടെ അരയിലും കഴുത്തിലുമുള്ള ആഭരണം ഓങ്ങനെ കൈകൊണ്ട് വലിച്ചട് പൊട്ടിച്ചിട്ട് കഴുത്തിലും അരയിലുണ്ട് മുറിപ്പാട്. എന്നിട്ട് ആ വാപ്പ നിന്ന് കരയാണ്, പള്ളിയിൽ നിന്നിട്ട് ആ വാപ്പ നിന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞ വാക്കെന്തറിയോ, 4 കൊല്ലായി മൗലവി ഞാനും എൻ്റെ ഭാര്യ കടന്നുറങ്ങിയിട്ട്, 4 കൊല്ലം. ചിലപ്പോ 1 മണിക്ക് രാത്രി കയറി വരും, പേടിയാണ്. കുട്ടിനെ കൊല്ലാൻ വേണ്ടി വരികയാണോ, അലമാര തുറക്കാൻ വേണ്ടി വരികയാണോ, ആധാരം എടുക്കാൻ വേണ്ടി വരികയാണോ, കുട്ടിനെ കൊണ്ടുപോയി വിൽക്കുവോ, ആരെങ്കിലും കൊന്നിട്ട് വല്ല കിഡ്നിയും കൊണ്ടുപോകുമോ? 4 കൊല്ലായിട്ട് ഞാനും എൻ്റെ ഭാര്യയും സമാധാനത്തിൽ ഉറങ്ങിട്ടില്ല. എന്നൊക്കെ അറിയോ മൗലവി? അവന്റെ ജേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞത് ഓന്റെ മൂത്തച്ചിയല്ലേ. ഇന്നും എന്റെ ഭാര്യനെ വിശ്വസിച്ചിട്ട് ഒരു കുടുംബം ഞങ്ങളെ ഏൽപ്പിച്ചെന്നല്ലേ, ആ കുട്ടിയെ നോക്കണ്ടേ ഞങ്ങളെ കടമയല്ലേ. അവൻ ഗൾഫിലല്ലേ. നിങ്ങൾക്ക് എന്താണ് ഫത്വയായിട്ട് അറിയണ്ടേ? ആ ഫത്വ ഒന്ന് കേൾക്കണം നമ്മൾ. അയാൾ ചോദിച്ചാ ബാപ്പ ചോദിച്ചു മതി, മൗലവി ഞങ്ങളൊരു രഹസ്യമായിട്ടൊരു കാര്യം ചോദിക്കാൻ, എനിക്ക് ആ മകനെ ഞാൻ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി ശിക്ഷ ഏറ്റുവാങ്ങി ആയുസ് ഉണ്ടെങ്കിൽ ഒരു ഹജ്ജിനോ ഉംറക്കോ പോയി തിരിച്ചു വന്നാൽ അല്ല എനിക്ക് പുറത്തു തരുമോ? എനിക്കത് മാത്രം നിങ്ങൾ പറഞ്ഞു തരണ്ടേ. 4 കൊല്ലായിട്ട് ഞാനും എന്റെ കുടുംബം സങ്കടത്തിലാണ്, സമാധാനമല്ല. കൊന്നാൽ അത് തീരും, ഓനെ കൊന്നാൽ തീരും. ഞാൻ കൊന്നിട്ട് ജയിലിൽ പോകാം, എന്റെ ഭാര്യ കൺട്രോൾ ചെയ്തോളൂ, അവർക്ക് കഴിവുണ്ട്. ഭാര്യ 4 എത്ര കൊല്ലാണോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്ത് ഞാൻ തൗബ ചെയ്ത് പൂർണ്ണമായും തിരിച്ചു വരാണെങ്കിൽ എനിക്ക് അള്ളാഹു പുറത്തു തരുമോ? അതിനുള്ളൊരു അവസരം ഈ ദീനിലുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സങ്കടമാണിത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മനസ്സിൽ നിന്നുള്ള സങ്കടത്തിന്റെ മുകളിൽ അയാൾ തോന്നുന്ന അവസാനത്തെ പിടിവള്ളിയാണത്. എന്താണ് സമാധാനം? സ്വന്തം കുട്ടിനെ വളർത്തി 10-30 കൊല്ലം വളർത്തി വലുതാക്കിയിട്ട് അവസാന പാപ്പയ്ക്കാൻ കൊന്നാൽ ഇസ്ലാമിൽ പാപമോചനം ഉണ്ടാകുമോ? ഇത് ഒന്നല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ്. എത്ര ഉമ്മാരറിയോ, എത്ര ഉമ്മമാര് സ്കൂളിലേക്ക് വരും, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരും, പ്രഭാഷണത്തിന്റെ സ്ഥലത്ത് വരും, കുടുംബത്തിന്റെ കാര്യം പറയും, മക്കളെ കാര്യം പറയും. അവസാനം എത്ര ഉമ്മമാര് പറഞ്ഞ വാക്യം കേട്ടിരിക്കുന്ന അറിയോ? എന്താ അറിയോ മൗലവി, ഡയലോഗത്തുണ്ട്, ഇന്ന ഒരു സഹോദരി ഓൾക്ക് മക്കളില്ലാതെ ഇപ്പൊ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു, പഠിച്ചോനെ ഓലെങ്ങനെ ജീവിക്കുക, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ അറിയോ,
ആ സഹോദരിയെ പോലെ മക്കളില്ലാതെ പടച്ചോൻ ഞങ്ങൾക്കാക്കിക്കണമെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാളും സന്തോഷവും സമാധാനവും കിട്ടുമായിരുന്നല്ലോ. ഇങ്ങനൊരു അപമാനം അങ്ങാടിക്കാരുടെ മുന്നിലൂടെ തല താഴ്ത്തി ബാക്കിയുള്ളവർ മുഴുവൻ കളിയാക്കുന്നത് കേട്ട് ഒരു തെറ്റും ചെയ്യാതെ മക്കൾ ചെയ്ത തെറ്റിന്റെ പേരിൽ അപമാനിതനായി നാട് വിടേണ്ടി വന്ന ആളുകൾ പോലുണ്ട്. സഹോദരങ്ങളെ, എന്താ പരിഹാരം? എന്താണ് പരിഹാരം? ആ പരിഹാരം നമ്മൾ ആലോചിക്കണം. എന്താണ് പരിഹാരം? അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതാണ് ഇതിന്റെ ആദ്യമാണ്. എന്താ പരിഹാരം? ഇവിടെ ഇരിക്കണ വാപ്പാരെ എന്താ പറയുക? രണ്ട് കാര്യങ്ങളാ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താണ് നമ്മൾക്ക് നമ്മുടെ മക്കളെ പറ്റി അവരെന്താകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഒന്ന് പറയും. എന്താണ് എന്റെ കുട്ടി എങ്ങനെയാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഞാനൊരു പ്രഭാഷണത്തിന്റെ പ്രയോഗിക്കണം. എന്താകണം? ഒരു നല്ലവരാകണം. നല്ലവരാണെന്ന് പറഞ്ഞാൽ ബാപ്പാനിമാനൊക്കെ അനുസരിക്കണം. ഓക്കെ, നമ്മളില്ലെങ്കിൽ ഒരു തോന്നിയാസത്തിക്കൊന്നും രഹസ്യ ജീവിതത്തിൽ കൂടെ പോകരുത്. അങ്ങാടിയിൽ കുറെ ചെക്കന്മാർ ചിലപ്പം അവനാന്റെ തോന്നിയാസ ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും. നമ്മളെ കുട്ടി അതിൽ പോകരുത്, അല്ലേ? ആണ്. പിന്നെ ഓലെ ക്യാമ്പസിലോ കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിക്കണമെങ്കിലും ഒരു അവിഹിതമായ ബന്ധം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അവിടുന്നും നാട്ടുകാർ കൂടിയിട്ട് പൈസ കട്ടതിന്റെയോ വെട്ടിപ്പ് നടത്തിയതിന്റെയോ ഏതെങ്കിലും ഒരു കേസ് പിടിക്കുന്നിടത്ത് നമ്മുടെ കുട്ടി ഉണ്ടാകരുത്. ഇതാണല്ലോ നമ്മുടെ ബേസിക് സാധനം. ഓക്കെ, ഇതിനെന്താണ് നമ്മുടെ കുട്ടിക്ക് കിട്ടേണ്ടത്? ഇതാണ് നമ്മുടെ ആഗ്രഹം. എന്റെ കുട്ടി ബാപ്പാനും ഉമ്മാനും അനുസരിക്കണോരാകണം. എന്റെ കുട്ടി ഹറാമായ സമ്പത്ത് സമ്പാദിക്കണോരാകരുത്. എന്റെ കുട്ടി അവിഹിതമായ തോന്നിവാസ ബന്ധങ്ങളിൽ അവളോ അവനോ ഉണ്ടാകരുത്. ഈ നാട്ടിൽ നടക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ എന്റെ കുട്ടി ഉൾപ്പെടരുത്. തോന്നിവാസങ്ങളും വൃത്തികേടിന്റെയും അഡിക്റ്റുകളായിട്ട് മാറരുത്. ഈ നാട്ടിലെ ഏതെങ്കിലും നിരീശ്വരവാദികളോ ലിബറൽ വാദികളോ ആയ ആൾക്കാരുടെ കൂടെ എന്റെ കുട്ടി ജീവിച്ചിട്ട് അള്ളാഹുവിനെ മറക്കണോലാകരുത്. ശരി, ഇതാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യം ഇവിടെ എഴുതി. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? എന്റെ കുട്ടിക്ക് ഞാൻ 4 നേരം ഭക്ഷണം കൊടുത്തു എന്നതുകൊണ്ട് എന്റെ കുട്ടി തോന്നിയാസം കാണാതെക്കോ? അവിടെ ഇരിക്കണ വാപ്പാടേക്കാണ് ഉമ്മാടേക്ക് കാണാതെക്കൂല. എനിക്കറിയാം. ഞാൻ ഓരോ ആഴ്ചയിലും ഓരോ കല്യാണത്തിനും പുതിയ ഡ്രസ്സോ പുതിയ ചുരിദാറോ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഓൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കാറിൽ വെച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി പെരിന്തൽമണ്ണി കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടപ്പെട്ട ടെക്സ്റ്റൈൽസ് പോയി അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്ത് തിരിച്ചു വന്നു എന്നുള്ളതുകൊണ്ട് അവൾക്കൊരു അവിഹിതമായ ബന്ധമില്ലാതൊക്കെ നിൽക്കൂല. 100% നിൽക്കൂല. അതുകൊണ്ട് ഇന്നത്രയും സ്നേഹിക്കണ ബാപ്പയും അതുകൊണ്ട് ഞാനൊരു ചങ്ങായും കെട്ടെങ്ങാനും വല്ല വർത്താനം പറഞ്ഞ അങ്ങോട്ട് മുന്നേ ഒരാളും തീരുമാനിക്കൂല. 1583 കുട്ടികൾ 8, 9, 10 ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന സ്കൂൾ അധ്യാപനാണ് ഞാൻ. 11ാമത്തെ കൊല്ലാണ്. എനിക്കറിയാൻ കഴിയുമെന്ന്. അത് അഹങ്കാരല്ല സോങ്ങളെ, അറിവാണ്. ഞാനും കരുതിന് എന്തറിയോ? ഉമ്മ വെച്ച് വണ്ടി കൊണ്ടുപോയി പാട്ട് വെച്ചിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ് ഇട്ട് കൊടുത്ത ആ വാപ്പാന്റെ ഉമ്മാനുള്ള കമ്മിറ്റ്മെന്റ് വേറൊരു അവിഹിതത്തിനുണ്ടോ പ്രവേശിക്കില്ല. തെറ്റാണ്. അത് നിങ്ങൾക്കും അറിയുണ്ടാവും. നമ്മുടെ നാട്ടിൽ സകല തോന്നിവാസങ്ങളും ചെയ്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പിടിച്ചു നോക്കി ഓല വാപ്പാക്കും ഉമ്മാക്കും എന്താ പറയണ്ടാകുക? ഞാൻ ഇന്നും ആലോചിക്കാണ്. സ്വന്തം വീട്ടിലേക്ക് ബാപ്പിമ്മി കടക്കിനോടത്തേക്ക് തൊട്ടപ്പുറത്തെ റൂമില് രാത്രി 3 മണിക്ക് തോന്നിവാസിയായ ഒരാളെ കൊണ്ടുവന്ന് മാസങ്ങളോളം 11ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി വൃത്തികേട് കാണിച്ചിട്ട് അവസാനം പിടിച്ചപ്പോ ആ ഉമ്മ കരഞ്ഞിട്ട് പറഞ്ഞ വാക്കെന്തറിയോ? മൗലവി, ഓൾക്ക് വേറെ പുറത്തൊരു ഫ്രണ്ട്സും ഇല്ല, ആകെ ഒരു ഫ്രണ്ടുള്ളൂ, ഞാനാണ്. ഇന്നോട് പറയാതെ ഇന്ന് വരെ എന്റെ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരെ ഉമ്മാനോട് അനുവാദം ചോദിക്കും. സൗങ്ങളെ, ഉമ്മ ആലോചിക്കണം എന്താ അറിയോ? ഞാൻ അവളെ അത്രയും സ്നേഹിച്ച് ബിരിയാണി വാങ്ങിക്കൊടുത്ത് സ്വപ്നങ്ങൾ വാങ്ങിക്കൊടുത്ത് ഇഷ്ടങ്ങൾ വാങ്ങിക്കൊടുത്ത് ഒക്കെ ചെയ്യുമ്പോഴും അവൾ ഒരിക്കൽ പോലും ദീനിനെതിരായിട്ട് ജീവിക്കില്ല. ഉമ്മയും ബാപ്പയും കിടക്കുന്ന റൂമിന്റെ ഇപ്പുറത്ത് 3 മാസമായിട്ട് രാത്രി 3 മണിക്ക് ഒരാളെ കൊണ്ടുവരുന്നത് 3 മാസം കിട്ടൊരു ബാപ്പിമ്മ അറിഞ്ഞ അപ്പോൾ ഉമ്മ പറഞ്ഞെന്താ അറിയോ? അവൾക്ക് ഞാനല്ലാതെ മറ്റൊരു കൂട്ടുകാരില്ല. ഞാനിത് പൊതുവൽക്കരിക്കല്ല, മറിച്ച് ഞാൻ ഉമ്മാരുടെ വാപ്പാട് ചോദിക്കാൻ വളരെ കുറഞ്ഞ സമയമേ പറയുള്ളൂ. എന്റെ ചോദ്യതാണ്, ഒരു ക്ലാസ്സിലപ്പുറം ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ എന്റെ മക്കളാകാൻ എന്താണ് അവർക്ക് കൊടുക്കേണ്ടത്? അതിനൊരു ഉത്തരം വേണ്ടേ? അതല്ല നമ്മൾ ഈ ക്ലാസ്സിന് കിട്ടേണ്ടത്. എന്റെ കുട്ടി ലഹരി ഉപയോഗിക്കണമെന്നാകരുത്. ഓന്റെ ക്യാമ്പസിൽ കുറെ എണ്ണം കോളേജിന്റെ
വാർഷികത്തിന്റെ അന്ന് ആനിവേഴ്സറി ഡേക്കോ അല്ലെങ്കിൽ കോളേജ് വാർഷികത്തിന്റെ അന്നോ എല്ലാവരും കർട്ടന്റെ ബാക്ക് പോയിട്ട് എന്തെങ്കിലും സാധനം വെക്കും. നമ്മളെ കുട്ടിയും ആ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്നതാണ്. ഒരിക്കലും ആ ക്യാമ്പസിൽ പോകാതെക്കാൻ കഴിയില്ല, കാരണം പഠിക്കണം. അങ്ങനെ പോയാലും അവിടെ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ലഹരി ഉപയോഗിക്കുമ്പോഴും ഇന്റെ കുട്ടി അതിന് മാറിക്കണം എന്നതാണല്ലോ നമ്മുടെ ആഗ്രഹം. അതിനെന്താണ് ആ കുട്ടിക്ക് കിട്ടേണ്ടത്? ഞാൻ വാപ്പറഞ്ഞിരിക്കണേ, അതിന് വുഡ്ലാൻഡിന്റെ ഷൂസ് വാങ്ങിക്കൊടുത്തോണ്ടോ മാറിക്കോ എങ്കിലേ വാങ്ങിക്കൊടുക്കുക. അങ്ങനെ എങ്കിലേ നമുക്ക് കമ്പനി കൂടിയിട്ട് കട്ടിട്ട് പിരിവിട്ടിട്ട് വാങ്ങിക്കൊടുക്കുക. അതുകൊണ്ട് ലഹരി നിൽക്കുമെങ്കിൽ, അല്ലെങ്കിൽ ബ്രാൻഡഡ് ഷർട്ട് നമ്മളെ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തു എന്നുള്ളതുകൊണ്ട് നമ്മളെ കുട്ടി ബാപ്പിയും നമ്മളില്ലാത്ത സമയത്ത് ഓൺലൈനിൽ കൂടെ പോൺ ഫിലിം കാണൂലെങ്കിൽ നമുക്ക് കുടുംബം ഒന്നിച്ചുകൂടി പൈസ നമ്മൾ കോഹരി വെച്ചെടുത്തിട്ട് അലൻസോളിയുടെയോ ലൂയിസ് ഫിലിപ്പിന്റെയോ ഷർട്ട് വാങ്ങിക്കൊടുക്കുക. അതുകൊണ്ട് നിൽക്കുമെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഡ്രസ് കൊണ്ടോ ഭക്ഷണം കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ടൂറ് കൊണ്ടോ നമ്മുടെ കുട്ടികൾ തെറ്റിൽ നിന്ന് മാറി നിന്നിട്ടില്ല. പിന്നെന്താ കൊടുക്കേണ്ടി? പിന്നെന്താ അമ്മാര് വാപ്പാര് കൊടുക്കണം? അത് കൂട്ടിൽ മഹലിൽ ഓരോ ബാപ്പിയും ചെയ്യാൻ റെഡിയായാൽ ബാക്കി അള്ളാഹ് നോക്കും. എന്താ കൊടുക്കേണ്ടി അറിയോ? പരിശുദ്ധ ഖുർആന്റെ ആയത്ത്. ആ ആയത്ത് എന്താ അള്ളാഹ് പറഞ്ഞറിയോ? ശരിക്കും നമ്മൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും എന്താ കൊടുക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരുമ്പോ, ശരിക്കും കേൾക്കണ്ടോ, റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്നീന്റെ മുന്നിൽ ഉമറിനെ പറ്റി ഞാൻ പറഞ്ഞത് റളിയല്ലാഹു അൻഹു ആഗ്നീന് മുന്നിട്ടോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ഉമറിനെ പറ്റി അള്ളാഹു ഖുർആനിൽ പറഞ്ഞറിയോ? ഉസ്മാനെ പറ്റി റളിയല്ലാഹു അൻഹു ആഗ്നീന് മുമ്പ് അള്ളാഹു ഖുർആനിൽ പറയാം. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആഗ്നീന് മുന്നിൽ അള്ളാഹു ഖുർആനിൽ പറയാം, ഇന്നഹും കാനൂ ഫീ വലാലിൻ മുബീൻ. എല്ലാ വൃത്തികേടും അവരിൽ ഉണ്ടായിരുന്നു, എല്ലാ തോന്നിയാസം അവരിൽ ഉണ്ടായിരുന്നു. അവർ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകേണ്ട ആളുകളായിരുന്നു. തോന്നിയാസം, വൃത്തികേട്, അശ്ലീലത, സകല ഹറാമും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇന്ന് നമ്മൾ പേര് പറയാൻ റളിയല്ലാഹു അൻഹു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഇതെങ്ങനെയാണ് മാറിയത്? തോന്നിവാസികളായിരുന്നു എന്ന് 5 സ്ഥലത്ത് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ ആൾക്കാര് പിന്നീട് ഇന്ന് നമ്മളോട് പറയാൻ നിങ്ങൾ സഹാബാക്കളെ പോലെ ജീവിക്കണം എന്ന് പറയാൻ ഇവർക്ക് എങ്ങനെ മാറ്റണ്ടായി? ആ മാറ്റേ കൂട്ടിലെ വീട്ടിലും ഉണ്ടാകുള്ളൂ. ആ മാറ്റം എന്താ? യത്ലു അലൈഹിം ആയാതി, അല്ലാഹുവിന്റെ ദീൻ അവരുടെ ഹൃദയത്തിലേക്ക് കേൾപ്പിച്ചു. ആ ദീനനുസരിച്ച് അവരിൽ മാറ്റമുണ്ടായി. ദീനിനനുസരിച്ച് ഭക്ഷണം കൊടുത്തു, ദീനിയായ ജീവിതത്തിന്റെ കൂടെ ഷോപ്പിംഗ് നടത്തി, ദീനിയായ ജീവിതത്തിന്റെ കൂടെ കല്യാണത്തിന് പോയി, ദീനിയായ ജീവിതത്തിന്റെ കൂടെ അവർ ടൂർ പോയി, ദീനിയായ ജീവിതത്തിന്റെ കൂടെ അവർ സ്നേഹങ്ങളും ആഹ്ലാദങ്ങളും ചെയ്തു. അപ്പോൾ അവരിൽ മാറ്റമുണ്ടായി. നമ്മൾ എന്താ ചെയ്ത അറിയുമോളെ? ദീൻ ഒഴിവാക്കി, ടൂറ് ഗംഭീരാക്കി, ഷോപ്പിംഗ് ഗംഭീരാക്കി, കല്യാണം ഗംഭീരാക്കി, ഒക്കെ ഗംഭീരാക്കി, ദീന് വിട്ടു. അതിനെ പറ്റിയ 4 യൂട്യൂബിലെ കുറച്ച് ക്ലാസ്സുകൾ നമുക്ക് കിട്ടി. എന്താ യൂട്യൂബിലെ ക്ലാസ് അറിയോ? നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്കിങ്ങനെ പറയുമ്പോൾ ഞാൻ ചേർത്ത് പിടിക്കണം, ഒരു സംശയമല്ല. അയിമ നിർത്തി മറിച്ച് ചേർത്ത് പിടിക്കുന്ന കൂടെ ദീനു കൂടി ചേർത്ത് പിടിച്ചാലേ എന്റെ വാപ്പെന്തിനാ എന്നെ ചേർത്ത് പിടിച്ചത് എന്ന് ആ കുട്ടിക്ക് മനസ്സിലാകുള്ളൂ. ഞാൻ എന്റെ കുട്ടിയും കൂടെ ടൂറ് പോകുന്നു, ശരി, ടൂറ് പോകുന്ന പോലെ ആഴ്ചയിലൊരിക്കൽ പള്ളിക്കൊക്കെ വരുന്നതിനെ പറ്റി ഒരു ക്ലാസ്സും കേട്ടില്ല. അപ്പൊ എന്തായി? ടൂറ് പോക്ക് മാത്രമായി. അപ്പൊ നമ്മളെ ശനിയാഴ്ച ആയ കുട്ടിയേക്കും അപ്പൊ നമുക്ക് നാളെ അപ്പൊ നമ്മള് 1 മാസം കഴിഞ്ഞിട്ട് ഇനി നാളൊന്നുമില്ല. ഓൻ തെറ്റി. നമ്മളെ പെൺകുട്ടിയാണ് കൂടെ 3 കല്യാണത്തിന് അടുപ്പിച്ചുണ്ടായി. 4ാമത്തിന് നിങ്ങൾക്ക് അസുഖാണ് മോളെ, എന്ന് നമ്മള് പോകണ്ട. ഞാനൊന്ന് ഒരുങ്ങി മാറ്റിയപ്പോ നിങ്ങൾ അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണ് എന്ത് കല്യാണം മാത്രാക്കി, ദീനൊഴിവാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്തറിയോ? സന്തോഷങ്ങളും ആഹ്ലാദവും ദീനിലൂടെ കൊടുത്തു. അപ്പൊ എന്തായി? അവർക്ക് മാറ്റമുണ്ടായി. ആ മാറ്റത്തിന്റെ ഒരു ഉദാഹരണം വരട്ടെ, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത്
ചിലർ വന്നിട്ടെങ്കിലും, നിങ്ങൾക്ക് ഓർമ്മല്ലേ, ദീനിലേക്ക് വന്നിട്ടും ചിലർ വന്നിട്ട് റസൂലുള്ളാഹി എല്ലാ കാര്യം ചെയ്യാം, പക്ഷേ വ്യഭിചാരം നിർത്താൻ വയ്യ. അതിന് കാരണമുണ്ട്. നമ്മളെ മൈൻഡിൽ കാണുന്ന പോലെയല്ലായിരുന്നു നബി വരുമ്പോ മക്കത്തെ ആൾക്കാർ. ഒരു ദീനി ആയതുകൊണ്ട് പറയട്ടോ, ഒരു ദിവസം ഒരു സഹോദരിയെങ്കിലും ശാരീരികമായി കീഴ്പ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് അന്തസ്സുകേടാണ്, പൗരുഷത്വത്തിന് തടസ്സം നിൽക്കുന്നതാണ് എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരെ അവിടുത്തോല് ഒരു ദിവസം ഒരു സ്ത്രീയോടെങ്കിലും അവിഹിത ബന്ധം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ആണല്ല എന്ന് വിശ്വസിച്ച കൾച്ചർ ഉണ്ടായിരുന്ന ആൾക്കാരെ അവര്. അതേ ആൾക്കാരാണ് പിന്നെ നബിന്റെ അടുക്കൽ വന്നിട്ട്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു കാരക്ക വിൽക്കുന്ന ജോലി ചെയ്യുന്ന ആളാണ്, എന്റെ അടുക്കലേക്ക് ഒരുപാട് ആൾക്കാർ വരും, ആ കൂട്ടത്തിൽ പൂ വിൽക്കുന്ന ഒരു സഹോദരി ഇടക്കിടക്ക് വരലുണ്ട്, ഞാൻ എന്നും കാരക്ക കൊടുക്കും, പക്ഷേ സുന്ദരിയായ അവളെ ഞാൻ ഇന്ന് 2-ലധികം തവണ നോക്കി റസൂലുള്ളാഹ്. ഇസ്ലാമികമായി അർത്ഥത്തോടുകൂടി ഒരു തവണയല്ലേ നോക്കാൻ പാടുള്ളൂ, ഞാൻ 2-ലധികം തവണ നോക്കി റസൂലുള്ളാഹ്, എനിക്കത് ഇസ്ലാമികമായി നിഫാഖിലേക്കോ കുറ്റത്തിലേക്കോ എത്തുമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സഹാബാക്കളിൽ ഒരു ദിവസം ഒരു സ്ത്രീയെയെങ്കിലും തോന്നിയാസം ചെയ്യുന്നിടത്ത് നിന്ന് ഞാൻ രണ്ടാമത് നോക്കിയത് കുറ്റകരമാവുമോ എന്ന് ചിന്തിക്കാൻ മാത്രം അവരിൽ എന്ത് പരിവർത്തനം ഉണ്ടായോ, എങ്ങനെയുണ്ടായോ അങ്ങനെ നമ്മളെ കുടുംബത്തിൽ ഉണ്ടാവുള്ളൂ. വേറൊരു മാർഗങ്ങൾ നോക്കണ്ട. കാരണം ഹൃദയത്തിന്റെ നിയന്താവ് അല്ലാഹുവാണ്. ഈ ഹൃദയം മാറുന്നതിനനുസരിച്ചാണ് സ്വഭാവത്തിലും ഈമാനിലും മാറ്റം ഉണ്ടാകുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയത്തെ നന്മയിലേക്കും തിന്മയിലേക്കും കുഫറിലേക്കും ഇസ്ലാമിലേക്കും ബാപ്പാനിമ്മാനും ചതിക്കുന്നതിലേക്കും അതിൽ നിന്ന് മാറി സ്നേഹിക്കുന്നതിലേക്കും ദീനിയായി ജീവിക്കുന്നതിലേക്കും ദീനിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നതിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യത ഹൃദയവുമായി ബന്ധപ്പെട്ടാണ്. ആ ഹൃദയത്തിന്റെ നിയന്താവായ അല്ലാഹു അത് നേരെയാകാൻ വേണ്ടി നൽകിയ ഔഷധം ദീനാണ്. ആ ദീന് നമ്മുടെ മക്കളിലേക്ക് നമ്മൾ കൊടുത്താൽ, അതിന് മഹല്ല് തയ്യാറായാൽ, ബാപ്പിമ്മിൻ തയ്യാറായാൽ, നമ്മുടെ മക്കൾ നമ്മുടെ ഇഷ്ടപ്രകാരം ദീനായിട്ട് ജീവിക്കും. ഇല്ല ഒന്നും ഉണ്ടാവില്ല. വാപ്പ മയ്യത്തായിട്ട് കബർക്ക് പോകുമ്പോൾ മകൻ അവിടെ കുടിച്ചാണ്ട് പള്ളിന്റെ പുറത്ത് കിടക്കുന്നുണ്ട്. ഞാൻ കണ്ടതാണ്. ഞങ്ങളൊരു പ്രസംഗത്തിന് വേണ്ടി പറയുന്ന അല്ല. ഉമ്മ മരിച്ചടക്കുമ്പോൾ മരിച്ച വീട്ടിൽ ഉമ്മാന്റെ മയ്യത്ത് ഞങ്ങൾ കൊണ്ടുപോകാൻ നേരത്തെ അപ്പുറത്ത് കുടിച്ചിട്ട് അങ്ങാടിന്ന് ഡാൻസ് കളിക്കണ 41 വയസ്സാരനായ മകനെ കണ്ടുകണ്. വേറെ ഏതെങ്കിലും ഒരു വിഭാഗമോ അല്ലെങ്കിൽ വേറെ ദീനുമായി യാതൊരു ബന്ധമില്ലാത്തണെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യം തന്നെയല്ല. ഉമ്മാനെ കൊണ്ടുപോവുകയാണ്. മരിച്ച ഉമ്മാനെ കൊണ്ടുപോകുമ്പോ ഉമ്മാന്റെ 3ാമത്തെ കുട്ടി 41 വയസ്സ് ഉമ്മാനെ എടുക്കുമ്പോ കുടിച്ചിട്ട് റോട്ട് വന്ന് ചാടിക്കളിക്കുക. എന്തേ? ആ കുട്ടിക്ക് തിന്നാൻ കൊടുത്തിട്ടില്ലേ? ഉമ്മാരെ ഉണ്ട്, തിന്നാനും കൊടുത്തിക്കണ്, സ്കൂളിലും പഠിപ്പിച്ചിക്കണ്, ഡ്രസ്സും വാങ്ങി കൊടുക്കണം. ദീന് കൊടുത്തില്ല. ദീന് കൊടുക്കാത്തിടത്തോളം കാലം പത്രത്തിലോ ജീവിതത്തിലോ നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ നമ്മുടെ കുട്ടിയുടെ ചിത്രം വരും, ഉറപ്പാണ്. കാരണം സാഹചര്യം അത്രയും ഡേഞ്ചറാണ്. അത്രയും ഡേഞ്ചറാണ്. ഞാൻ നാളൊരു നിക്കാഹിന് പോയപ്പം പള്ളിക്കല് ഞാൻ കുത്തുവാരണ പള്ളിക്ക് തന്നെയാണ്. പള്ളിയിൽ അസറിന് ശേഷമാണ് ചെക്കന്മാരൊക്കെ ഒന്നിച്ച് വന്നു. അപ്പം വരനും കുറച്ച് ടീമും പള്ളിയുടെ ഉള്ളിൽ കയറി. അപ്പൊ ഒരു 10-25 ചെക്കന്മാരുണ്ട് പള്ളിന്റെ പുറത്ത് തന്നെ കിടക്കുക. ഇതേമാതിരി പള്ളിയാണെങ്കിൽ പള്ളിന്റെ ഉള്ളിൽ ഇവിടെ ഉണ്ട് കിടക്കണം. ഓലിങ്ങനെ കയറുന്നില്ല. അപ്പൊ ഞാൻ മൈക്ക് കൂടെ തന്നെ, എടാ ഓരോട് കയറാൻ പറയടാന്ന് പറഞ്ഞു. ഒപ്പമുള്ള ആൾക്കാരോട് ഓരോട് കയറാൻ പറയും. അല്ല ഓല് കയറുന്നില്ല. ഞാൻ പറഞ്ഞു എന്തേ പ്രശ്നം എന്താ? ഇവിടെ ഞാൻ അങ്ങോട്ട് വെച്ചു, എന്താ മുസ്ലിം സഹോദരങ്ങളാണോ? സാരല്ലടാ കയറാ, പ്രശ്നമൊന്നുമില്ല, നിക്കാഹല്ലേ, കയറിക്കോളി, ഇരുന്നാ മതിയല്ലോ, കുഴപ്പമൊന്നുമില്ല. അല്ല ഞാൻ പറഞ്ഞു ഓല് കയറാതെ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. എന്താ കുറച്ച് ആൾക്കാർ പള്ളിന്റെ പുറത്ത് ഇങ്ങനെ അങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ മതത്തിൽ. അതില് കൂട്ടത്തിലൊരാളിങ്ങനെ എഴുന്നേറ്റുന്നുണ്ട്, ഇങ്ങനെ എടുത്തിങ്ങനെ വരും. അതിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടുന്ന് പറഞ്ഞോളി എന്താ പ്രശ്നം? മൗലവി ഓല് കയറൂല, ഓല് ചെറുങ്ങനെ മിനിങ്ങിക്കണ്. ഏത്? നിങ്ങളൊന്ന് ആലോചിക്കാൻ കേട്ടോ. ഒരു പള്ളി, ആ പള്ളിയിൽ ഇന്റെ മകന്റെ, ഞാൻ വാപ്പാട്ട നിങ്ങളെ കുട്ടിന്റെ നിക്കാഹ് നടക്കുകയാണ്. നിക്കാഹിന് അവന്റെ
കൂട്ടുകാരെല്ലാരും പള്ളിയിൽ 10 ആൾക്കാർ 25 ആൾക്കാർ ഇവിടെ ഒരു പള്ളിക്ക് വന്നില്ല. എന്തേ? ഒരു മിനിങ്ങിക്കണ്. ആ മിനിങ്ങിയിൽ ആരുണ്ടാകുക? ആ മിനിങ്ങിൽ പള്ളിന്റെ പരിസരത്ത് വരണമെങ്കിൽ മിനിങ്ങിയിൽ ആരുണ്ടാകുക? 98% നമ്മളെ പോകുന്നു. 98%. ഞാൻ വാപ്പാടെ എന്റെ കുട്ടി, നിങ്ങൾ അറിയാൻ വേണ്ടി പറയാം, നമ്മളെ കുട്ടിയുടെ മുന്നിൽ 1000 തവണ അവനെ വിളിക്കുകയാണ്, വെച്ചടാ, വലിച്ചടാ, അതൊന്നും കുഴപ്പമുണ്ടാകൂലടാ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുകയാണ്. ഒട്ടുമിക്ക ആ ഗ്രൗണ്ടിലത്തെ ആൾക്കാരും അന്നുണ്ടായതിന് ഹാൻസ് ഇങ്ങനെ വെക്കും. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഞങ്ങൾ രണ്ടാളും മാത്രം വെക്കൂല. ഞാൻ അത്ര ബോധ്യത പറയാനും ഞങ്ങൾ രണ്ടാളും മാത്രം വെക്കൂല. അന്ന് ഞങ്ങളോട് പോലെ ഒന്ന് വാക്കുണ്ട്, എത്ര കൊല്ലം മുന്നേ അറിയോ, അതിന്റെ എത്ര ഇരട്ടി ശക്തമായിട്ട് ഇന്ന് നമ്മളെ കുട്ടികളെ വലവിരിക്കുന്നുണ്ടാവും. അന്ന് ഞങ്ങളൊന്നിട്ട് പറഞ്ഞ വാക്കെന്താ അറിയോ? ഷാഹിദേ, ഞാൻ മറ്റവന്റെ പേര് പറയുന്നില്ല, എടാ ഇതൊക്കെ ഈ ടൈമിൽ തന്നെ നമ്മൾ വെക്കുള്ളടാ, ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്തോടാ. ആരെങ്കിലും ഇപ്പൊ ചോറുന്നതിന് പകരം നിന്നോ? ഇതൊക്കെ നിർത്തോടാ. പിന്നെ ഇതൊന്നും ചെയ്യാതെ പിന്നെ എന്ത് ലൈഫാണടാ? ഹാൻസ് ഒന്നും വെക്കാതെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാതെ നിങ്ങൾ എന്ത് ലൈഫാണടാ? അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നിർത്തും. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഫറൂഖിലേക്ക് പഠിക്കാൻ വേണ്ടി പോയി. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് ഇടയ്ക്ക് വരും. നാട്ടിലേക്ക് ഞാൻ വരുമ്പം പിന്നെ ഞാൻ ഈ മൊത്തം ടീമിനെ എവിടുന്നാ കാണുന്നറിയോ? റമളാന്റെ തലേ ദിവസം കുടിച്ച് ലെക്ക് കെട്ടിട്ട് അങ്ങാടിന്ന് ഡാൻസ് ചെയ്തതിന് അങ്ങാടിക്കാർ കൂട്ടട്ടടിച്ചിട്ട് റോട്ടുമനെ നിർത്തിക്കണ്. അന്നുണ്ടല്ലോ, ഇതൊക്കെ കുറച്ചേ ഞാൻ നിർത്തും പറഞ്ഞ ആൾക്കാരെ റമളാന്റെ തലേ ദിവസം കുടിച്ച് വന്നിട്ട് അങ്ങാടിയിൽ ഡാൻസ് ചെയ്തിട്ട് ആൾക്കാർ പെരുമാറി റോഡിന്റെ സൈഡിൽ നിർത്തിയേക്കാണ്. ഇത് നമ്മുടെ മക്കളും അനുഭവിക്കാൻ പോവുകയാണ്. ഞാൻ നമ്മളുടെ കിണന്മാരെ, എന്റെ കുട്ടി ഒരു തോന്നിവാസത്തിലേക്ക് പോകാതെക്കാൻ, ഒരു അവിഹിതമായ ബന്ധം, ഒരു നിഷിദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥം അവരുപയോഗിക്കാതിരിക്കാൻ അവരുടെ ഹൃദയത്തിലേക്ക് എന്താ ഇറങ്ങേണ്ടി? കഴിഞ്ഞ നമ്മുടെ ജനുവരി 1 പുതുവത്സരത്തിന്റെ ആഘോഷത്തിന് വേണ്ടി 4 മുസ്ലിം ചെറുപ്പക്കാരായ നമ്മുടെ മക്കൾ, നമ്മൾ വേറെ ആളെ പറയണില്ല, വേറൊരു വിഭാഗത്തെയും പറ്റുമല്ല, 4 മുസ്ലിം ചെറുപ്പക്കാർ, അതിൽ 2 എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവർ കൂട്ടുകാരന്റെ സ്വിഫ്റ്റ് കാർ എടുത്ത് ആഘോഷിക്കാൻ പോയി. തിരിച്ചു വരുന്നതിനിടയിൽ പാലത്തിന്റെ മുകളിൽ നിന്ന് വണ്ടി സ്കിഡായി അതിൽ പോയിടിച്ച് താഴത്ത് കിടന്നു. 2 ആള് വണ്ടി കടന്നു മരിച്ചു, 2 ആള് റോട്ടിന്ന് പാലത്തുനിന്ന് താഴത്തേക്ക് വീണിട്ട് റോട്ടിൽ വീണിട്ട് മരിച്ചു. 4 ആൾക്കാർ, 4 മുസ്ലിം ചെറുപ്പക്കാർ, നമ്മളെ മക്കളുടെ പ്രായമുള്ള മരിച്ചു ഈ കഴിഞ്ഞ ജനുവരി 1 അന്ന്. എന്തേ കാരണം ചോങ്ങളെ? 4 പേരും അള്ളാഹു നിരോധിച്ച പാനീയം ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്ത് ആഹ്ലാദിക്കാൻ. എന്റെ ചോദ്യം എത്ര ഉള്ളൂ? 1000കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ക്യാമ്പസിലും അങ്ങാടിയിലും പാലത്തിന്റെ സൈഡിലോ റോഡിന്റെ സൈഡിലോ ഗ്രൗണ്ടിന്റെ സൈഡിലോ ഇനി ഇവിടുന്ന് ട്രിപ്പ് എടുത്താണ്ട് ഊട്ടിക്ക് പോകുമ്പോ അവിടുന്ന് ചുരത്തിന്റെ നാടുകാണി ചുരത്തിന്റെ അപ്പുറത്തോ ഇവിടുന്ന് കണ്ണൂർക്ക് പോകുമ്പോ മാഹി വഴി പോയിട്ട് അവിടുന്ന് സാധനത്തിന് വിലക്കമ്മിയാണ് പറഞ്ഞിട്ട് അവിടുന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് ഗോവയ്ക്ക് പോയിട്ട് അവിടുന്ന് ഏതെങ്കിലും റൂം എടുത്തിട്ട് അവിടുന്ന് ആരും കാണാതെ ഇങ്ങനെ കൂടിയിട്ട് അടിക്കണോടുന്നോ? നമ്മളെ മക്കൾ പെടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടി? ബാപ്പ കാണുക എന്നുള്ളത് ഇല്ല. ബാപ്പ കാണാതെ ഇവിടുന്ന് ഗോവയ്ക്ക് പോകാം, തീരുമാനാക്കാം. ഉമ്മ കാണാതെ കുടുംബക്കാര് കാണാതെ ഗുണ്ടിൽപേട്ട വഴി പോകാം, തീരുമാനാക്കാം. ഒറ്റ കാര്യം കൊണ്ട് നടക്കുള്ളൂ. എന്താ അറിയോ? എടാ, അള്ളാഹു നിരോധിച്ചൊരു പാനീയം, അള്ളാഹു ഉപയോഗിച്ച ഏതെങ്കിലും ഒരു ലഹരി വസ്തു ജീവിതത്തിൽ ഉപയോഗിച്ചാൽ അവന് ഈ ലോകത്തും പരലോകത്തും അള്ളാഹു എന്തു ചെയ്യും എന്ന കുട്ടിയുടെ ഹൃദയത്തിലേക്ക് കൊടുത്ത് അത് ഇടക്കിടക്ക് അവനെ ബോധവൽക്കരിച്ചാൽ അവൻ ആ ഹറാമിലേക്ക് എത്തുമ്പോഴേക്കും അള്ളാഹുവിന്റെ ദീൻ അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ചെയ്യരുത് 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 പറയും. ഉറപ്പാണ്. നമ്മളെ കുട്ടി നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ചങ്ങാതി ഒരു ക്യാമ്പസിൽ പോയിട്ട് അവിടുന്ന് എല്ലാരും കൂടി അടിക്കുമ്പോഴോ ആളുകൾ കാണാതെ സ്റ്റിക്കർ വെക്കുമ്പോഴോ അല്ലെങ്കിൽ കൂട് പോലെയുള്ള സാധനങ്ങൾ ചുണ്ടിത്തേക്കുമ്പോഴോ അല്ലെങ്കിൽ അവനാന്റെ ശരീരത്തിൽ സിറിഞ്ച് വെച്ച് അടിക്കുമ്പോഴോ അത് ചെയ്യാതെക്കണമെങ്കിൽ പ്രവാചകന്റെ വാക്ക് അവന്റെ മനസ്സിലേക്ക് വരണം. അതെന്താണ് പ്രവാചകന്റെ വാക്ക്? എന്തറിയോ? ഇന്ന അലല്ലാഹി അസ്സ വജല്ല അഹദൻ.
അള്ളാഹുവിന് ഒരു കരാറുണ്ട്. എല്ലാരും കേൾക്കണ്ട, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹ്ക്ക് ഒരു കരാറുണ്ട്. എന്താണ് ആ കരാർ? ആരെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ചാൽ അവനെ അള്ളാഹു തീനത്തുൽ ഹിബാല് അള്ളാഹു കുടിപ്പിക്കും. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ തീനത്തുൽ ഹിബാൽ, എന്താ റസൂലുള്ളാഹ് തീനത്തുൽ ഹിബാൽ കുടിപ്പിക്കുന്നു പറഞ്ഞാൽ എന്താ തീനത്തുൽ ഹിബാൽ? പ്രവാചകന്റെ വാക്ക് അറഖു അഹ്ലിന്നാർ ഔ ഉസാറത്തു അഹ്ലിന്നാർ, നരകവാസികളെ നരകത്തിലിട്ട് പഴുപ്പിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നും പൊട്ടിയൊലിക്കുന്ന രക്തവും ജലവും അതേ ചൂടോടുകൂടി ആ മാലിന്യം നിറഞ്ഞ വെള്ളം വായിലേക്ക് അല്ലാഹു ഒഴിച്ചു കൊടുക്കും എന്ന് അല്ലാഹ് പറയും. ഫദൂഖൂ മാഅൻ ഹമീമൻ ഫഖത്ത അംആഹും, ആസ്വദിച്ചു കുടിച്ചോ. നരകവാസികളെ ശരീരത്തിൽ നിന്നും പൊട്ടിയൊലിക്കുന്ന രക്തവും ജലവും അതേ ചൂടോടുകൂടി അവനവന്റെ അന്നനാളത്തിലേക്ക് ഒഴിച്ച് വൻകുടലും ചെറുകുടലും ബന്ധ് കഷ്ടം കഷ്ടമായി പുറത്തേക്ക് തള്ളി നിന്ന് വേദന കൊണ്ട് അട്ടഹസിക്കുമ്പോ അള്ളാഹുവിന്റെ വാക്ക് ഫദൂഖൂ മാഅൻ ഹമീമൻ, ആസ്വദിച്ചു കുടിച്ചോ. എന്തേ കാരണം? മുസ്ലിമായി ജീവിക്കാൻ അവസരം കിട്ടി, പള്ളിയുമായി ബന്ധമുണ്ടായി, ബാപ്പിമ്മിൻ ദീനിയായി ജീവിച്ചു, റമദാൻ വന്നു, തൗഹീദ് കേട്ടു. എല്ലാം കേട്ടിട്ടും ദിക്റ് ചൊല്ലി അതേ നാവിലൂടെ അള്ളാഹു നിരോധിച്ച പാനീയങ്ങളും അള്ളാഹു നിരോധിച്ച സ്റ്റിക്കറുകളും അള്ളാഹു നിരോധിച്ച പൊടികളും അള്ളാഹു നിരോധിച്ച സിറിഞ്ചുകളും ശരീരത്തിൽ ഉപയോഗിച്ചവനാണ് നീ എന്ന് പരലോകത്ത് അള്ളാഹു പറയും എന്ന ബോധം മാത്രമാണ് ഒരു കുട്ടിയെ, ഒരു യുവാവിനെ, ഒരു വാപ്പാനെ ലഹരിന്ന് മാറ്റാൻ ഏക മാർഗം. വേറെന്താ മാർഗം? നമ്മുടെ കുട്ടിക്ക് കിട്ടിയാ മതി. ഇത് നമ്മുടെ കുട്ടിക്ക് കിട്ടിയാ മതി. നമ്മുടെ നാട്ടില് പിന്നെ പൊതുവുള്ളൊരു ഈ ആൾക്കാർ കൂടിയിട്ട് ചില ഫത്വയൊക്കെ പറയും. അത് ഭയങ്കര യുവാക്കൾ ഈ ബിയറൊന്നും ഹറാമല്ല, അതൊക്കെ മൂത്രച്ചൂടിന് നല്ലതാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഓന്റെ വക ബിയറൊന്നും ഹറാമല്ല, അത് മൂത്രച്ചൂടിന് നല്ലതാണ് ഡോക്ടർ പറഞ്ഞു. ഓരൊരു ഫത്വ ഉണ്ടാക്കുക, റോട്ടും അങ്ങനെ കൂടിയാണ്ട് ഓരൊരു ഫത്വ ഉണ്ടാക്കുക. ഇസ്ലാമിലെ നിയമം എന്താ? കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാമുൻ. ജീവിതത്തില് ഏതൊരു ലഹരി പദാർത്ഥവും കള്ളിന് സമാനമാണ്. കള്ളാകട്ടെ അള്ളാഹു നിരോധിച്ചതുമാണ്. കുറച്ചും കൂടി മുതിർന്ന ആൾക്കാരെന്താ ചോദിച്ചാൽ ഒരു പൈസ ഉള്ളവർ എന്താ ചെയ്യാറ്? പൈസ ഉള്ളവർ പിന്നെ എല്ലാത്തിനും പൈസ കൊണ്ട് തീരുമാനമാക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവറെ വിടും കള്ള് ഷാപ്പിക്ക്, എന്നിട്ടോ അങ്ങനെ ക്യൂ നിൽക്കുമോ വാങ്ങും, അങ്ങനെ വാങ്ങിയിട്ടോ പെരി കൊണ്ടെന്ന് കൊടുക്കും. മറ്റോ എന്താ ഡ്രൈവറെ വിട്ടാണ്ട് ഫോർച്യൂണർ വിടും, എന്നിട്ട് ഫോർച്യൂണർ വിട്ടിട്ട് അവിടുന്ന് സാധനം വാങ്ങും, എന്നിട്ട് കൊണ്ടും പെരിയിൽ സെറ്റപ്പ് ഉണ്ടാക്കും, ടൈലൊക്കെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള സാധനം. എന്നിട്ടോ അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് മുകളിൽ പോയിട്ട് ഒറ്റങ്ങനെ ഉപയോഗിക്കും. റസൂലുള്ളാഹിന്റെ വാക്കെന്താ അറിയോ? ദുനിയാവില് ലഹരിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ചിട്ട് തൗബ ചെയ്യാതെ നിർത്താതെ ഒരാൾ മരിച്ചു പോയാൽ പരലോകത്ത് മുസ്വദ്ദൻ വജഹഹു, മുഖം കറുത്തവനായി നാവ് നെഞ്ചത്തേക്ക് നീട്ടി യസീലു ലിആബഹു അലാ സദ്രിഹി, ആ നാവിലൂടെ ദുർഗന്ധം വമിക്കുന്ന കേല നെഞ്ചത്തെ കൊലിക്കുന്നവനായി പരലോകത്ത് നാളെ അല്ലാഹു അയാളെ കൊണ്ടുവരും. എന്നിട്ട് നാട്ടിലത്തെ മുഴുവൻ ആൾക്കാർക്ക് മനസ്സിലാകും ദുനിയാവ് ആരും കാണാതെ ലഹരി ഉപയോഗിച്ച് ജീവിച്ചോനാണ്. ഞാൻ ചോദിക്കാണ്, ഇസ്ലാമികമായ ഒരു സംഘത്തിന്റെ കൂടെ ദീനിയായ ഒരു അറിവ് കിട്ടുന്ന ഒരു കേന്ദ്രത്തിലോ ഒരു സംവിധാനത്തിലോ ദീനിനെ കുറിച്ച് കേൾക്കുന്ന ഒരു പരിസരത്തിലോ നമ്മുടെ മക്കളുണ്ടായാൽ അവന് പോകാൻ മടിയായിരിക്കും. ഒരു അവസരം ഉണ്ടായാൽ പോലും അവൻ അതിൽ നിന്ന് മാറാനേ അവന് ശ്രമിക്കുള്ളൂ. കാരണം നരകത്തെ കുറിച്ച് അവന് ബോധ്യമുണ്ട്. ലഹരി ഉപയോഗിച്ചാൽ ദുനിയാവിൽ വരുന്ന ക്യാൻസർ അല്ലോന്റെ പ്രശ്നം അല്ല, ക്യാൻസർ അല്ലാതും വരാം. ഇനി ക്യാൻസർ വന്നില്ല, അവൻ എന്തുകൊണ്ടാ ഉപയോഗിക്കാത്ത ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഇന്നും ആലോചിക്കാണ്, ഞങ്ങളുടെ നാട്ടിലൊരു യുവ ഡോക്ടറാണ്. ഡോക്ടർ പുതിയ വാഗനർ വണ്ടി വാങ്ങി. ചെലവിന് ചങ്ങായിമാരെയും കൂട്ടി. ചങ്ങായിമാരോട് ചെലവ് പറഞ്ഞ പിന്നെ അതായതുകൊണ്ട് ചെലവ് പറഞ്ഞ പിന്നെ അതാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നേരെ മുക്കം ഭാഗത്തേക്ക് പോയി. ഞാൻ നാട്ടില് ഉപയോഗിക്കുന്ന ആൾക്കാർ അറിയാതെക്കാൻ വേണ്ടി അവിടെ പോയി കുടിച്ചു വരികയാണ്. എന്നിട്ട് നാട്ടിലേക്ക് എത്തുന്ന മുന്നേ ഒരു ഹമ്പുണ്ടായിരുന്നു. വണ്ടി ഹമ്പിൽ ഇങ്ങനെ ചാടിയപ്പം ഛർദിലായിട്ട് ഇങ്ങോട്ട് വന്നു. പുതിയ വണ്ടിയാണ്, ഡോക്ടർ തന്നെ. ഛർദിൽ വണ്ടി കാതകാതക്കാൻ വേണ്ടി രണ്ട് കൈ കൊണ്ട് മുഖത്ത് ഇങ്ങനെ പിടിച്ചു തരിപ്പ് കണക്കാണ്. പുതിയ വാങ്ങിയ വണ്ടി ലഹരി ഉപയോഗിച്ച് അത് ഛർദിച്ചത് തടഞ്ഞുകൊണ്ട്
എന്താ ശ്വാസകോശത്തിലേക്ക് വറ്റുകയറി മുസ്ലിമായ 25 വയസ്സുകാരനായ ഡോക്ടർ വണ്ടിന്ന് ചെരിഞ്ഞാട് വീട് പുറത്തേക്ക് ഡോറൻ തുറന്നപ്പോ എന്താണ് മരണം? നിങ്ങൾ പറയും എന്താണ് മരണം? എങ്ങനെ നമ്മളെ മക്കൾ എങ്ങനെ ഉണ്ടാണത്? ഒരിക്കൽ പോലും നമ്മളെ കുട്ടികളില്ലേ ബാപ്പാന്റെ ഒക്കെ വെച്ച് വലിക്കരുത് കുടിക്കരുന്നല്ല കുത്തല്ലാതെ ചൂടാകലല്ലാതെ ഇങ്ങനൊന്ന് ഇരുന്നിട്ട് എടാ ലഹരി ഉപയോഗിക്കുമ്പോ എന്താണ് ട്ടോ അവസ്ഥ, പരലോകത്ത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകട്ടോ. അവസാനം മലക്കുകൾ വന്ന് ഇരുമ്പിന്റെ ദണ്ഡുകൾ കൊണ്ട് യളിരിബൂന വുജൂഹഹും വഅദ്ബാറഹും, വാഹനത്തിൽ നിന്ന് ലഹരി ഉപയോഗിച്ച് മരിച്ചാൽ, കൂട്ടുകാരുടെ കൂടെ ക്യാമ്പസ് നിന്ന് കലാമേളയുടെ തലേ ദിവസം ലഹരി ഉപയോഗിച്ച് മരിച്ചാൽ, നാട്ടിൽ ഏതെങ്കിലും കല്യാണത്തിന് ചങ്ങാതിമാർ കൊണ്ടുവരുന്ന സാധനം ഉപയോഗിച്ച് മരിച്ചാൽ, ഗൾഫിൽ നിന്ന് വരുന്ന കൂട്ടുകാരനെ കൊണ്ട് ചെലവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പുറത്തുപോയി ഏതെങ്കിലും ഒരു റൂം എടുത്ത് അവിടെ നിന്ന് കൂടി വട്ടമിട്ട് കൂടി അവിടുന്ന് അടിക്കണിന്റെ ഇടയ്ക്ക് ശ്വാസം മുട്ടി മരിച്ചാൽ മലക്കുകൾ അടുക്കലേക്ക് വരും. യളിരിബൂന വുജൂഹഹും വഅദ്ബാറഹും, ഇരുമ്പ് ദണ്ഡുകൾ കൊണ്ട് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും അങ്ങേറ്റം ശക്തമായിട്ടടിക്കും. നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഇരുമ്പിന്റെ കൊക്കയുള്ള ദണ്ഡുകൾ വലിച്ചെടുക്കുമ്പോൾ അതിന്റെ കൂടെ പഞ്ഞിക്കെട്ടുകൾ പോരുന്ന പോലെ ശരീരത്തിൽ നിന്നും അങ്ങേയറ്റം വേദനയോടുകൂടി ആത്മാവിനെ മലക്ക് പിടിച്ചു കൊണ്ടുപോകും. അന്ന് മുതൽ ഖബറിൽ അനുഭവിക്കുന്ന ഓരോ രംഗവും വേദനാജനകമായിരിക്കും. പിന്നീട് പരലോകത്ത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ബലിഷ്ഠമായ തലയോട്ടി പോലും സെക്കൻഡുകൾ കൊണ്ട് വെള്ളമാകുമാറ് ഭയാനകമായ നരകത്തിന്റെ തീജ്വാലകളിൽ ശരീരം വലുതാക്കി, ആകാരങ്ങൾ വലുതാക്കി, നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും വേദനയോടുകൂടി അനുഭവിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂട് അനുഭവിക്കുന്ന ഒരു ലോകം വരും കേട്ടോ. അതുകൊണ്ട് ഒരു ഹാൻസിന്റെയോ പാൻപരാഗിന്റെയോ പെത്തഡിന്റെയോ ബ്രൗൺ ഷുഗറിന്റെയോ കറുപ്പിന്റെയോ MDMA സിന്തറ്റിക് ഏതെങ്കിലും ഡ്രഗ്സിന്റെയോ കൂളായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലോഷന്റെയോ സ്റ്റിക്കറായി ഉപയോഗിക്കുന്ന ചുണ്ടിനടിയിൽ വെക്കുന്നതിന്റെയോ മിഠായിയായി ഉപയോഗിക്കുന്ന ഒരു കാരണമോ സിറിഞ്ചായി ഉപയോഗിക്കുന്നതിനോ എന്റെ കുട്ടി ഉണ്ടാകാൻ പാടില്ല എന്ന വിജ്ഞാനം അത് ദീനിൽ നിന്ന് മാത്രമേ കിട്ടൂ. അതാണ് പ്രശ്നം. അവിടേക്ക് നമ്മളെ കുട്ടികളെ എത്തിക്കണം. അതിന് നമ്മളെ ആൾക്കാരെന്താ പറയുക, അവനാണ് ദഅവത്തെടുത്താൻ മടിണ്ടായതുകൊണ്ട് സംഘടന ഒന്നും വേണ്ട, ദീനൊന്നും വേണ്ട. കാരണം എന്താ പറയുക, പിന്നെ ചെലവില്ല, പൈസ സംഘടന കൊടുക്കണ്ട, പിരിവുണ്ടാവില്ല, അവനാന്റെ പൈസ കൊണ്ട് ഇങ്ങനെ പോകും. അതുകൊണ്ട് നിങ്ങൾ നോക്കി കേരളത്തിൽ എവിടെയൊക്കെ തൗഹീദുള്ള കുടുംബത്തിൽ ദീനിയായ പ്രവർത്തനം നടക്കാത്ത ഈ പേരക്കുട്ടിയടക്കം പള്ളിക്കുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ബാപ്പ എങ്ങനെ ദീനിയായത്? ബാപ്പാന്റെ ബാപ്പ സ്വന്തമായിട്ട് വളർത്തിയതുകൊണ്ടല്ല. അന്ന് ഈ നാട്ടിൽ പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ടാണ് പള്ളി ഉണ്ടായത്. 4 മുവഹിദ് ഉണ്ടായതുകൊണ്ട് പള്ളി ഉണ്ടായതല്ല. 4 മുവഹിദും കൂടിയിട്ട് പ്രസ്ഥാനം ഉണ്ടായി, അങ്ങനെ പള്ളി ഉണ്ടായി. ഓല കൂടി മദ്രസ ഉണ്ടാക്കി. മദ്രസയും പള്ളിയും മഹല്ലുമായപ്പം നമുക്ക് പൈസയും നമ്മളെ കുട്ടികൾക്ക് 4 വെളുപ്പമായപ്പം കുറച്ച് വിദ്യാഭ്യാസം നമ്മൾ എന്തായാലും സൗകര്യത്തിന് വേണ്ടി പറഞ്ഞു. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പേരക്കുട്ടികളുടെ അടുത്ത് പരിശോധിക്കും. ഓരോ മുജാഹിദ് പള്ളികളിലും സുബഹിക്ക് ക്യൂ നിൽക്കുന്ന പള്ളികളിൽ ബാപ്പാരുണ്ടാകും. എവിടെ മക്കളും പേരക്കുട്ടികളും? അവർ പ്രസ്ഥാനത്തിലൂടെ വളർന്നില്ല. അതന്നെ പ്രസ്ഥാനത്തിലൂടെ വളർന്നിക്കണമെങ്കിൽ അവന് ആഴ്ചയിൽ ഒരിക്കൽ CRE പങ്കെടുക്കും. കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ. മദ്രസ പഠനം കഴിഞ്ഞവർക്ക് വ്യവസ്ഥാപിതമായ സിലബസോടുകൂടി ഭാവിയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നത് മഹല്ലിൽ ഉണ്ടാകും. അപ്പം പള്ളിക്കൊക്കെ വരേണ്ടി വരും. അവിടുന്ന് ഉസ്താദ് സുബഹിക്ക് വരുന്നതിന്റെ പ്രാധാന്യം പഠിപ്പിക്കും. അവൻ പള്ളിക്കുണ്ടാവും. നമ്മുടെ മഹല്ലിൽ പ്രസ്ഥാനമില്ലെങ്കിൽ CR ഉണ്ടാകൂല. നമ്മുടെ മഹല്ലിൽ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ മാസത്തിൽ നടക്കുന്ന വിജ്ഞാനവേദി ഉണ്ടാവില്ല. നമ്മുടെ മഹല്ലിൽ പ്രസ്ഥാനം അല്ലെങ്കിൽ ആഴ്ചയിൽ നടക്കുന്ന QHLS ഉണ്ടാകൂല. നമ്മുടെ മഹല്ലിൽ പ്രസ്ഥാനം അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സബ്മിറ്റുകൾ വരുന്നുണ്ട്. അവിടെ നമ്മളെ പെൺകുട്ടികൾ പങ്കെടുക്കൂല. നമ്മുടെ മഹല്ലുകളിൽ പ്രസ്ഥാനമില്ലെങ്കിൽ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ദീനിന്റെ കമ്പനി ഉണ്ടാകൂല. തോന്നിയാസത്തിന്റെ ആയിരക്കണക്കിന് കമ്പനികൾ ഇവിടെ ഉണ്ട്. അവിടെ തടഞ്ഞു നിർത്തണമെങ്കിൽ ദീനിയായ ഒരു കമ്പനി അവർക്ക് വേണം. അത് പ്രസ്ഥാനത്തിലോടത്തെ ഉണ്ടാവുള്ളൂ. അതിന് മഹല്ലിലെ വേണം, മഹല്ല് വേണം. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികള്, ഞാൻ എന്നും ആലോചിക്കാൻ, അറബി അധ്യാപകൻ ബാപ്പാരന്മാരെ കേട്ടെ, നമുക്ക് നിസ്സാരമായിട്ട് തോന്നല്ലേ? നമുക്ക് പ്രസ്ഥാനം കൊണ്ട് പള്ളി മദ്രസ ഉണ്ടായതുകൊണ്ടാണ്. നമുക്ക് കിബറ് കുറച്ച് വന്നപ്പോഴേ നമ്മൾ എന്താ പറയുക, ഇതൊന്നും വേണ്ട. കാരണം നമ്മക്കുള്ളതൊക്കെ ആയി. പേരക്കുട്ടിക്ക് മദ്രസ ഉണ്ടാക്കി, നമ്മൾ ഉണ്ടാക്കിയതല്ല. നമ്മളെ ബാപ്പാരും വല്യാപ്പാരും അനന്തര സ്വത്ത് കൊടുക്കുന്ന സ്ഥലം
ദീനിന് വേണ്ടി കൊടുത്തിട്ട് ഉണ്ടാക്കിയ സ്ഥലത്ത് ഫാനുമായി, പള്ളിയായി, മദ്രസയായി, ബെഞ്ചും ഡെസ്കുമായി എല്ലാ ശേഷം ഓല് പ്രസ്ഥാനത്ത് കൂടി ദീനിൽ കൂടെ ഒക്കെ ഉണ്ടാക്കിയ ശേഷം നമ്മൾ നിന്നാണ്ട് സുഖം അനുഭവിച്ച ശേഷം വരാൻ ഇതിനൊന്നും ആവശ്യമില്ല. അവനാന്റെ 4 ചാക്ക് സിമെന്റ് ഉണ്ടായാൽ ഒരു പള്ളിമുണ്ടായ അപ്പോന് മനസ്സിലാവും പ്രസ്ഥാനം വേണോ വേണ്ടേ. അവനാന്റെ ഭാര്യന്റെ കഴുത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ചെവിയിൽ നിന്നുള്ള ഒരു സ്വർണ്ണാഭരണം വിറ്റിട്ട് അവിടുത്തെ 10 കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകവും ബെഞ്ചും ഡെസ്കും വാങ്ങിക്കൊടുക്കണോനറിയും ആ നാട്ടിൽ പ്രസ്ഥാനം വേണോ വേണ്ടേ. അതുണ്ടാകുമ്പോൾ മക്കൾക്ക് കയറി നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. ഞാൻ എൻ്റെ ഉമ്മാരുടെ ഉമ്മാരെ ഇപ്പൊ നമ്മളിവിടെ ക്ലാസ് കേൾക്കല്ലേ, നമ്മളെ ആഗ്രഹം ഇപ്പൊ നമ്മളെ പെൺകുട്ടികൾ, ഞാൻ വാപ്പാടെക്കാണ്, വാപ്പാരെ ഇന്ന് കഴിഞ്ഞു, നാളെ നിങ്ങൾ മനസ്സിൽ കരുതണം കേട്ടോ. നാളെ നമ്മളെ വീട്ടിൽ നിന്നൊരു കല്യാണത്തിന് പോവുകയാണ്, ശരിക്കും കേൾക്കണം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണ്. നമ്മളെ +2നോ ഡിഗ്രിക്കോ പഠിക്കുന്ന കുട്ടി നമ്മളെ വീട്ടിലുണ്ട്, അവളെ കയ്യിൽ പഠിക്കാനുള്ള ഫോണുണ്ട്. ഞാൻ പറഞ്ഞങ്ങളും ശരിക്കും മനസ്സിലാലോചിക്കണം. ആ ഫോണിലേക്ക് രാത്രി 11 മണിക്ക് ഒരാൾ വിളിക്കുകയാണ്. ഈ ഫോണിൽ നമ്മളൊക്കെ ഫോണിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒരു കോള് വന്നാൽ അല്ലെങ്കിൽ 3 ഓപ്ഷൻ. ഒന്ന് മെസ്സേജിന്റെ അവിടെ ഒഴിവാക്കട്ടെ, പോട്ടെ. കോളുമായി ബന്ധപ്പെട്ട് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് ഗ്രീൻ ബട്ടൺ, എടുക്കുക, സംസാരിക്കുക. 2 റെഡ് ബട്ടൺ, കട്ടാക്കുക, ആ നിഷിദ്ധമായ കാര്യത്തിൽ നിന്ന് മാറിക്കുക. ഓക്കെ, നമ്മളെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ വീട്ടിലില്ല. നമ്മളെ പെൺകുട്ടിക്ക് നാട്ടിൽ ഏതെങ്കിലും തോന്നിയാസിയായ ഒരു ചങ്ങായി നമ്പറിന്ന് വിളിക്കുകയാണ്. നമ്മളെ കുട്ടി എന്തു ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെ കുട്ടി എന്ത് ചെയ്യണം എന്നാണ് നമ്മളെ കുട്ടി ആ തോന്നിവാസത്തിന്റെ ഫോണ് കട്ട് ചെയ്യണം. ഇങ്ങോട്ടോ വീണ്ടും വിളിക്കുകയാണ്, ബാപ്പ ഈ നമ്പർ എനിക്കിങ്ങനെ രാത്രി വരുന്നുണ്ട്, ഇതൊക്കെ ബാപ്പ ഇതൊന്ന് വിളിച്ചു നോക്കി, എനിക്ക് ശല്യം അയക്കണം എന്ന് നമ്മളോട് പറയണം. ഇതല്ലേ ഇരിക്കണം മുഴുവൻ ആൾക്കാരും ആഗ്രഹിക്കണം. അങ്ങനെ എന്റെ പെൺകുട്ടി ചിന്തിക്കാൻ അവളുടെ മനസ്സിൽ എന്താ ഉണ്ടാണ്ടി? ഞാൻ ചോദിക്കണത് നമ്മളെ ആഗ്രഹം, അതിനാണ് നമ്മളെ കുട്ടി ചിന്തിക്കാൻ എന്താ ഉണ്ടാണ്ടി. ഞാൻ ഒന്നുകൂടി പറയട്ടെ. പച്ച ബട്ടൺ നെക്കാൻ അവളോട് 3 ആൾക്കാർ പറയും. 3 ആൾക്കാർ. ഒന്നാരറിയാം, ഒന്ന് അവളുടെ മനസ്സ്. മനസ്സ് തെറ്റ് ചെയ്യാൻ വേണ്ടി കൊതിക്കും. എല്ലാവർക്കും ഇങ്ങനത്തെ ബന്ധമുണ്ടല്ലോ, എനിക്ക് മാത്രമാണല്ലോ ഇപ്പൊ ഇല്ലാത്തത്, എല്ലാവരും അതിന്റെ പേരിൽ കളിയാക്കുണ്ടല്ലോ, ഇത് ഇങ്ങോട്ട് വിളിച്ചതാണല്ലോ, ഞാൻ അങ്ങോട്ട് പോയതല്ലല്ലോ, അത് അതിന് മാത്രം വലിയ തെറ്റല്ലല്ലോ എന്ന് മനസ്സ് പറയും. മനസ്സ് ഗ്രീൻ ബട്ടൺ എടുക്കാനാ പറയാ. 2 ശൈത്വാൻ. ഇന്ന ശൈത്വാൻ ലക്കും അദു ഫത്തഖിദൂഹു അദുവ. ശൈത്താൻ നമ്മുടെ ശത്രുവാണ്. ശത്രുവായിട്ട് കാണുന്നതല്ലേ ശൈത്താൻ. എന്താ പറയും? എടുത്തടി, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ശരിയാക്കടി, റമദാൻ വരല്ലേ, തൗബയടി, അത് നമുക്ക് ഇപ്പം തന്നെ അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് പിന്നെ ബാപ്പാന്റെ ഇമ്മാന്റെ മുന്നിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇന്ന് വരെ ഒന്നും സംഭവിക്കാത്ത പോലെ അഭിനയിച്ചിട്ട് അവതരിപ്പിക്കടി, എന്നിട്ട് കെട്ടടി. അഥവാ സംസാരിച്ചിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ബാപ്പാനെ കൊണ്ട് ഉമ്മാനോട് തൂങ്ങിച്ചാവുന്ന ഞെട്ടിച്ച് കെട്ടിക്കടി. ശൈത്താൻ അതാ പറയാ. അപ്പൊ 2 ആളായി. ഒന്ന് മനസ്സ്, 2 ശൈത്താൻ. 3 ഏതെങ്കിലും ഒരു സീരിയൽ റീൽസ് കൂട്ടുകാരുണ്ടാവും, ഒരു പൈങ്കിളി കൂട്ടുകാരുത്തി. അവളിങ്ങനെ വന്നിട്ട് പറയും, ഇത്രയും ചെക്കന്മാരെ അടിയിൽ ഓൻ എൻ്റെ നമ്പർ വാങ്ങിയിട്ട് ഈ ടൈമിൽ എനിക്ക് എന്നെ വിളിക്കണമെങ്കിൽ എന്നോട് എത്ര ഇഷ്ടം ഉണ്ടാവുകടി. ഏതെങ്കിലും സീരിയൽ കണ്ടിട്ട് ഇങ്ങനെ വളർന്ന് ജീവിച്ചേക്കാരോ പൈങ്കിളി സാധനം. അവളിങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ എത്ര സമാധാനം. ഇങ്ങോട്ട് ഒരു ആയത്തൊക്കെ വാണിയോ, ഇന്നമൽ മുസ്ലിമൂന ഇഖ്വ, മുസ്ലിമീങ്ങൾ തമ്മിൽ ഏകോദര സഹോദരങ്ങളിലെ. വെറുതെ നിർത്തി നോക്കിയാ മാണ്ടെങ്കിൽ വെച്ചോ. നമുക്ക് പിന്നെ ഈ അറാമിനൊക്കെ ആയത്തിട്ട് അലാലിനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അറാമിനൊക്കെ കുട്ടി കേടന്ന്, അത് നൂഹി നബിന്റെ കുട്ടിയും കേടന്ന് നമുക്ക് പോയിന്റ് കിട്ടി. ബാക്കിയുള്ള കുട്ടി നന്നായിന്റെ പോയിന്റ് ഒന്നും കിട്ടൂല. കേടന്നീന്റെ ഒക്കെ ആയത്തോ ദിവസം നമുക്ക് കിട്ടും, ഒരു സമാധാനം നമുക്ക്. പിന്നെ കേടന്നീനൊക്കെ കിട്ടും. പ്രേമിച്ച പെൺകുട്ടി എന്താ പറയുക, മൗലവി ഞാൻ വാക്ക് കൊടുത്തോ, ഈ വാക്ക് തെറ്റിക്കൽ ഇസ്ലാമിക വിരുദ്ധല്ലേ, പ്രേമിക്കൽ ഇസ്ലാമിക വിരുദ്ധല്ലേ, അതിന് ആയത്തീശം കിട്ടൂല. വാക്ക് തെറ്റിക്കൽ ഇസ്ലാമിക വിരുദ്ധല്ലേ, തോന്നിയാസത്തിനൊക്കെ ആയത്തീശം കിട്ടും. അതപ്പോ ഒരു സമാധാനം. ഞാൻ പറയണത്, കൂട്ടുകാരി അവളോട് പറയും എടുത്തോ, മനസ്സ് പറയും എടുത്തോ, ശൈത്താൻ പറയും എടുത്തോ, നമ്മൾ പറയുന്നു അവൾ എടുക്കരുത്. ശരി, ഈ 3 പ്രലോഭനങ്ങളെയും അതിജയിച്ച് അവൾ റെഡ് ബട്ടൺ നെക്കാൻ അവളുടെ ഹൃദയത്തിൽ എന്താണ്ടറിയോ, വിശ്വാസികൾക്ക് ഇത് ഹറാമാണല്ലോ, ബാപ്പ കാണില്ല, ഉമ്മ കാണില്ല, ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചാൽ ആരും അറിയില്ല,
കുറച്ചു കാലത്തേക്ക് ഒരാളും എന്നെ പിടിക്കാൻ പോണില്ല. പക്ഷേ കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിന്റെ ചാഞ്ചാട്ടവും വാക്കിൽ നിന്ന് വരുന്ന ആ എന്ന് പറയുന്ന അക്ഷരം പോലും ഈ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ, അള്ളാഹുവിന്റെ നോട്ടമില്ലാതെ ജീവിതത്തിൽ എനിക്കൊരിക്കൽ പോലും ചെയ്യാൻ പറ്റുകയില്ലല്ലോ. വഹുവ മഅക്കും ഐനമാ കുൻതും. വാതിലുകൾ കുറ്റിയിട്ടാലും കർട്ടനുകൾ താഴ്ത്തിയിട്ടാലും പുതപ്പിട്ട് മൂടിയിട്ടാലും ഹെഡ്സെറ്റ് വെച്ച് ഞാൻ ചെവിയിൽ തിരികിയാലും മാതാപിതാക്കൾ കാണാതെ മെല്ലെ സംസാരിച്ചാലും ബാത്റൂമിൽ കയറി പുറത്തേക്ക് ശബ്ദം വരാതിരിക്കാൻ പൈപ്പ് തുറന്നിട്ട് ശബ്ദമുണ്ടാക്കിയാലും അള്ളാഹു ഇത് അറിയുന്നുണ്ടല്ലോ. അവൻ ഇത് നാളെ പരലോകത്ത് കൊണ്ടുവരുമല്ലോ. യൗമത്തുബില സറായിർ, മുഴുവൻ രഹസ്യങ്ങളെയും റൂം സഹിതം, ഫോൺ സഹിതം, ഹെഡ്സെറ്റ് സഹിതം, സംസാരിച്ച ഓരോ വാക്ക് സഹിതം, കാണിച്ചു കൊടുത്ത നഗ്നമേനിയുടെ വീഡിയോ സഹിതം അള്ളാഹു നാളെ പരലോകത്ത് കൊണ്ടുവരുമല്ലോ. അവിടെ മുഴുവൻ ആളുകളുടെയും മുന്നിൽ അള്ളാഹു എന്നെ വിചാരണക്കെടുത്ത് പരലോകത്തെ എന്നെ അള്ളാഹു നരകശിക്ഷയ്ക്ക് വിധേയമാക്കുമല്ലോ എന്ന ബോധ്യം ഒരു പെൺകുട്ടിയിൽ ഉണ്ടാകുമ്പോഴാണ്, ഒരാൺകുട്ടിയിൽ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു നിരോധിച്ച ഒരു ഫോൺ കോൾ, ഒരു ബന്ധം അവർ അവസാനിപ്പിക്കുകയുള്ളൂ. അത് എവിടുന്നേ കിട്ടുള്ളൂ? അത് ദീനെന്ന് മാത്രമേ കിട്ടുള്ളൂ. ആ ദീൻ എവിടുന്നേ കിട്ടുള്ളൂ? ദീനുമായി ബന്ധപ്പെട്ട പരിസരത്തിനേ കിട്ടുള്ളൂ. അത് നമ്മുടെ മക്കൾ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ദീനിലേക്കും ദീനുമായി ബന്ധപ്പെട്ട പരിസരങ്ങളിലേക്കും നമ്മുടെ കുട്ടികളെ എത്തിച്ചേ പറ്റൂ. അതാണ് പരിഹാരം. അതാണ് പരിഹാരം. ഞാനെന്റെ ഒരു അനുഭവം ഉമ്മാരെ നമ്മൾ മനസ്സിലാക്കാണ്ട് പറയണം. ഒരു പെൺകുട്ടിനെ ഇതേപോലൊരു പ്രേമക്കേസ് പെട്ട് കല്യാണം ഉറപ്പിച്ച കുട്ടിയാണ്. കല്യാണം ഉറപ്പിച്ചു, കല്യാണ കത്ത കൊടുത്തു, എല്ലാം ശരിയായി, ഫുള്ള് ശരിയായി. 3-5 ദിവസം കഴിഞ്ഞിട്ട് കല്യാണമാണ്. ഓഡിറ്റോറിയം കല്യാണം, മൗലവിനെ ഏൽപ്പിച്ചു, നിക്കാവും കല്യാണം ഒന്നിച്ചാണ്. എല്ലാരും വിളിച്ചേൽപ്പിച്ചു. ആ നാട്ടിലെ പൗരസമിതിയുടെയും വ്യാപാര ഏകോപന സമിതിയുടെയൊക്കെ മൂത്താളാണ്, അറിയപ്പെടുന്ന ആളാണ്. ആയിരക്കണക്കിന് ആൾക്കാർ കല്യാണത്തിനുണ്ടാവും. വലിയ കല്യാണമാണ്. 5 ദിവസം മുന്നേ മകൾ എന്നിട്ട് പറഞ്ഞു, ബാപ്പ ഞാൻ വേറെ ആളെ കല്യാണം കഴിക്കാണ്, നിങ്ങളതിന് എതിര് നിൽക്കരുത്. ഉമ്മ ബോധം കെട്ട് വീണു, തലടിച്ചു, ഹോസ്പിറ്റലിലായി. അപ്പം തലടിച്ചോണ്ട് ഡോക്ടർ പറഞ്ഞു കുറച്ച് മണിക്കൂർ പരിശോധനയ്ക്ക് ഞങ്ങൾ സ്ലിപ്പിട്ട് കിടക്കണമെന്ന് പറഞ്ഞു. സ്ലിപ്പിട്ട് കിടന്നു. പിറ്റേ ദിവസമാണ് പറഞ്ഞയച്ച്. തല അടിച്ചതുകൊണ്ട് നേരെ വന്നിട്ട് പറഞ്ഞു, മൗലവി ഇങ്ങനൊരു സംഗതി ഉണ്ട്, എന്താ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഞാനൊരു കൗൺസിലർ ഒന്നും അല്ലെങ്കിൽ ഇന്ത്യ അടുത്തേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ് പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു, ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഖുർആൻ ക്ലാസ് ഞാൻ കുറേ വട്ടം നടത്തിയില്ല. അപ്പൊ നിങ്ങളെ മകളെ കണ്ടിട്ടില്ലേ? അന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്ത് നിങ്ങൾ കൊണ്ടുവരൂല. അന്ന് നേരല്ല, അവൾക്ക് സപ്ലിമെന്ററി എഴുതാണ്ട് മാഷന്മാരായ നമ്മളോട്. അവൾക്ക് ഇങ്ങനെ എന്താ സെമസ്റ്റർ പരീക്ഷ ഉണ്ട്. കുറെ 18 ഖുർആൻ ക്ലാസ് എടുക്കും, അവർക്കൊന്നും കൊണ്ടുപോയില്ല. പിന്നെ ചാടിപ്പോകുമ്പോൾ പിന്നെ കാണാം ഖുർആൻ ക്ലാസ് പറഞ്ഞു കൊടുത്താൽ മതി, അതാ 18 ക്ലാസ്സിൽ വന്നാൽ മതി, അത് കൊണ്ടുവരൂല. ഞാൻ കുറ്റമായിട്ട് പറയല്ലോ. ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം, ഇന്നെ കൊണ്ട് കിട്ടണ പറഞ്ഞു കൊടുക്കാം. ഞാൻ ആ മോളെ ഇരുത്തി. ഇനി ഞാൻ പറയണ കേൾക്കണം കേട്ടോ, എന്താ വ്യത്യാസം. മോളെ ഇരുത്തി, ഉമ്മാനെ കുറച്ച് ബാക്കിലിരുത്തി. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു, ഏത് കൗൺസിലർ അടുത്തേക്കും, ഇത്ര താടിയുള്ള മൗലവിന്റെ അടുത്തേക്കും ഏത് കൗൺസിലർ അടുത്തേക്കും പോകുകയാണെങ്കിൽ മതനിയമം പാലിക്കണം. ഒറ്റക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പറഞ്ഞേക്കുന്നത് വാപ്പാന്റെ ഉമ്മാന്റെ കുറച്ച് ദൂരത്ത് നിന്നാണെങ്കിലും കാഴ്ചയിലെ സാന്നിധ്യം ഉണ്ടാണ്. അത് ദീനാണ്, അത് ദീനാണ്. ഹറമെന്ന് കൗൺസിൽ ചെയ്യുകയാണെങ്കിലും ഈ നിയമം പാലിക്കണം. നമ്മൾ ആൾക്കാരെന്താ അറിയാം, അത് ചെറുപ്പത്തിൽ പഠിപ്പിച്ച മൗലവിയെ. ഞാൻ പറയാം, ഇന്റെ അടുത്ത് നിങ്ങൾ ഒരാളെ എന്താ അങ്ങനെ ഒരു കൗൺസിലർ ഞാൻ പറഞ്ഞ അങ്ങനെ ഇരുത്തുകയാണെങ്കിൽ, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കാണുന്ന ദൂരത്തിൽ വാപ്പയും ഉണ്ടാണ്, കേൾക്കണ്ടെങ്കിലും അത് ദീനാണ്. പിഴച്ചു പോകാതെക്കാനും തെറ്റിപ്പോകാതെക്കാനും സാന്ദർഭികമായിട്ട് ഞാൻ പറയാം. ഉമ്മാർക്കുണ്ടൊരു ആ വിഷയത്തിൽ ഒരു കൊഞ്ചലുണ്ട്, അത് ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. അത് ദീനാണ്. ചെയ്യാതെ എന്താ ഒരിക്കലും ആ നിയമം തെറ്റിക്കരുത്. സാന്ദർഭികമായിട്ട് പറയാൻ ഉംറക്ക് ഹജ്ജിന് പോകുമ്പോൾ വരെ മെഹ്റം ഇസ്ലാം പറഞ്ഞതിന്റെ കാരണങ്ങളിൽ പെട്ടൊന്നാണ്. ശരി, താൽക്കാലികമായിട്ട് അവിടെ പറയാം. ആ കുട്ടിനോട് ഞാൻ വന്നിട്ട് പറഞ്ഞു, മോളെ 6 ദിവസമുള്ളൂ നിക്കാഹിന്. എനിക്ക് ആ കുട്ടിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ കുട്ടിനെ ഞാൻ അറിയും, നമ്മളെ ജുമഴക്ക് വരും, ഒക്കെ വരും. പക്ഷെ ആ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ, ഞാൻ ആ കുട്ടിനോട് മോളെ ഞാൻ ഏതായാലും മോളെ ഇതിന്ന് പിന്തിരിപ്പിക്കാമെന്നല്ല, ചെറിയൊരു കാര്യം ചോദിക്കാനാണ്. അപ്പൊ ആ മോളിനോട് പറഞ്ഞ വാചകം ഞാൻ ബാപ്പാരോട് പ്രത്യേകിച്ചാണ്, ബാപ്പാരന്മാർ കേൾക്കാൻ. ഒറ്റ കാര്യമാണ് മോള് പറഞ്ഞത്, മോലെ ഞാൻ എടുത്ത ഈ തീരുമാനം ശരിക്കും കേൾക്കേണ്ട, ഉമ്മാര് പ്രത്യേകിച്ച് കേട്ടോളി.
മതപരമായി തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ ഒഴിവാവും. ബാക്കിയൊന്നും എന്നോട് ദയവേത് പറയണ്ട. അതിനർത്ഥം എന്താ അറിയാം? ബാക്കിയൊക്കെ ദുനിയാവത്തെ എല്ലാവരും പറഞ്ഞിടുന്നുണ്ട്. മനസ്സിലായിട്ടില്ല? നമ്മളെ ഒരു കോമൺ, ഞാൻ ഇടയ്ക്കുള്ള ഒരു കോമൺ സാധനം, നമ്മളെ കുട്ടിക്ക് ഒരു പ്രേമബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ നോക്കുക അറിയാം? ചെക്കൻ ഏതാനും എല്ലാം ഊങ്ങി നോക്കും. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ പിന്നെ അത് ഹലാലാക്കിയാണ് മാറ്റും. കമ്മിറ്റിക്കൊക്കെ പറഞ്ഞിട്ട് അത് ഞങ്ങളെ ഇങ്ങനെ പോന്നപ്പോൾ കുന്നുമ്പന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കല്യാണപ്പരിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ചെയ്തലവി വഴി ഇങ്ങനെ ആയി, അങ്ങനെ ഒരു ബന്ധമായതാണ്. എപ്പോഴാണ് നമുക്കിത് ഹറാമായാലും കുട്ടിനെ ഞെട്ടിക്കലൊക്കെ അറിയോ? ഓ സൂപ്പർ മാർക്കറ്റിൽ താളാണെങ്കിൽ അപ്പൊ ഹറാമിന്റെ ആയത്ത് ഇങ്ങനെ വരും. സൂപ്പർ മാർക്കറ്റിൽ താള് കൂലിപ്പണിക്കാർ ഇത് നോക്കാൻ കണ്ടൊരു ചങ്ങായി, അതാണ് ഇപ്പൊ ഇതിന്റെ ഫത്വ, അതാണ് ഇതിന്റെ ഫത്വ. അപ്പൊ നമ്മളെ കുട്ടിക്ക് ഒരു കാര്യം ബോധ്യപ്പെടും. എന്താ അറിയോ? ഉമ്മാക്കും ബാപ്പാക്കും മതല്ല പ്രശ്നം, പിന്നെ ചെറുക്കനാണ് പ്രശ്നം. എനിക്ക് ചെറുക്കൻ പ്രശ്നമല്ല. ഉമ്മാരെ കഴിക്കാൻ മൗലവി കുട്ടി നോക്കിയൊരു ചായ ഓള് 163 ഓണ്ട് 164 എങ്ങനെ അത് കെട്ടിച്ചു കൊടുക്കുക? അപ്പൊ 168 ഇമ്മോക്കെ നോക്കിയ ചങ്ങായി മാറിയെന്നുള്ളൂ, ബാക്കി ബാബി പ്രശ്നമല്ല. അങ്ങനെ 168 നെഞ്ചിന് കണക്കിയേക്കാർ ഇങ്ങനെ പിടിച്ചാൽ നെഞ്ചിന് കണക്കിയാണ്. 164 അങ്ങനെ അയലോക്കത്തോ ജമീലൊക്കെ പറയില്ലേ, അതേ പ്രശ്നമുള്ളൂ, ബാക്കിയൊന്നും പ്രശ്നമല്ല. അതുകൊണ്ടാണ് നമ്മളെ മക്കൾ എന്തിനറിയോ ഞാൻ തൂങ്ങിച്ചാകുമ്മ എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു ഒരു ചങ്ങായി കെട്ടിച്ചേരണമെന്നാണ് ബാപ്പ പറഞ്ഞു. നടക്കൂല അങ്ങനെയാണ്. അതിലോ നരമ്പ് ഇങ്ങനെ മുറിച്ചിട്ട് ഞാൻ നിന്നാണ് ചാവുന്നതാണ്. ഞാൻ ആളെ പേരല്ല, മൂപ്പര് ഉള്ളിൽ പോയിട്ടുണ്ട്. മൂപ്പര് സേവയുടെ ഇതുണ്ട്, ബ്ലേഡ് അടുത്തുനിന്നാണ്ട് ഓരോ കൈ പിടിച്ചാണ്ട് ഇതാണ് മുറിച്ചു കൊടുത്തു. ഇങ്ങോട്ട് 2 മുറിച്ചില്ലേ, എല്ലാ ആശുപത്രിക്ക് പോയിക്കോ, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ കടന്നു മരിച്ചും. വേറൊന്നും അനക്ക് ഞെട്ടിക്കണിന്റെ പൂജ തീരും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓൻ്റെ ചങ്ങണ്ട് റിസാല് 2 കൈ ഇങ്ങനെ വിളിച്ചു. റിസാലെ വണ്ടി എടുക്കാൻ ഒറ്റ പോകും. കാരണം ഇതും മുറിച്ചു മരിച്ചു എന്ന് ഉറപ്പായി. അതിനെന്തേ കാരണം അറിയോ? ബാപ്പ ദീനിന്റെ കാര്യമാണ് പറഞ്ഞത്. മനജ്ജ് തൂങ്ങിച്ചത്തോ പ്രശ്നമല്ല, ബാപ്പ നരകത്ത് പോകാൻ റെഡിയല്ല. അന്നെ 10-25 കൊല്ലം വളർത്തിയാണ്ട് ഞാൻ നരകത്ത് പോകെ, ഇജ് തോന്നിയാസം കണ്ടിട്ട് ഞാൻ നരകത്ത് പോകും, നടക്കൂല. ഇതെന്താ സോണി നമ്മളെ പ്രശ്നം അറിയോ? ഞാൻ പറഞ്ഞ അനിയന്തിരമായ അങ്ങേയറ്റത്തെ ഘട്ടമെത്തി അപമാനിതരാകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം അവിടെ കട്ടെ, മറ്റൊരു വിഷയമാണ്. നമ്മൾ ആദ്യത്തിന് എതിർക്കുക ആളെ നോക്കി, ദൂരം നോക്കി, ഹൈറ്റ് നോക്കി, ജോലി നോക്കി. ഒരു വിഷയത്തെ എതിർക്കുമ്പോൾ കുട്ടിയാക്ക് എന്ത് മനസ്സിലാവോ? ഉമ്മാക്ക് പ്രശ്നം ജോലിയാണ്, ഉമ്മാക്ക് പ്രശ്നം ഹൈറ്റാണ്, ബാപ്പാക്ക് പ്രശ്നം അവന്റെ നീളമാണ്, ഓൾക്ക് പ്രശ്നം അവന്റെ ജോലിയാണ്. എനിക്കത് പ്രശ്നമല്ല. എത്ര കുട്ടികളും വേണ്ട ഇമ്മ എനിക്ക് 160, ഞാൻ 163 അല്ലേ, എനിക്ക് 162 ഇഷ്ടം, ഓളഷ്ടതാണ്, കെട്ടിക്കൂടെ? എനിക്കുമ്മ ദൂരത്തുനിന്ന് കല്യാണം കഴിക്കാനാണ് ഇഷ്ടം, കെട്ടിക്കൂടെ? ഞാൻ ആ മോളോട് എനിക്ക് അത് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷം. കാരണം അവൾക്ക് അറിയണ്ടേ അവളെടുത്ത തീരുമാനം നിഷിദ്ധമാണോ എന്നാണ്, ദീനെതിരാണ്. ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഇരിക്ക്, പരിശുദ്ധ ഖുർആൻ 2 ചോദ്യം ഞാൻ മോളോട് ചോദിക്കാം, മോൾ ഉത്തരം പറയണം. മോളി പറഞ്ഞോളി. അവള് ബാപ്പാന്റെ ഒക്കെ അടി കിട്ടിയിട്ട് കണ്ണിന്റെ പടക്കനെ കറുത്തുകയായിരിക്കും. ഞാൻ മോളോട് ചോദിച്ചു, മോളെ മൗലവിക്ക് എനിക്ക് എൻ്റെ അമ്മാനെ കല്യാണം കഴിക്കാൻ പറ്റും? മൗലവിക്ക് മൗലവിന്റെ അമ്മാനെ കല്യാണം കഴിക്കാൻ പറ്റും? ഇവളോട് പറഞ്ഞു ഇല്ല. എന്തുകൊണ്ടാണ് മോളെ മൗലവിക്ക് മൗലവിന്റെ അമ്മാനെ കല്യാണം കഴിക്കാൻ പറ്റാത്തത്? എനിക്ക് എൻ്റെ അമ്മാനെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് മോശം അല്ല. എനിക്കും എൻ്റെ അമ്മക്ക് മോശമല്ലെങ്കിലോ കല്യാണം കഴിക്കാൻ പറ്റൂല. എന്താ ഇന്ത്യ രാജ്യത്തെ നിയമം അല്ല, നാട്ടുകാരെന്തെങ്കിലും പറയും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിലോ കല്യാണം കഴിക്കാൻ പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? അള്ളാഹുവിന്റെ ആയത്തിന്റെ കല്യാണം കഴിക്കാൻ പറ്റൂല. ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, മക്കൾക്ക് ഉമ്മാനെ കല്യാണം കഴിക്കൽ ഹറാമാവും. ആയത്തുണ്ടായതുകൊണ്ടാണ് കെട്ടാൻ പറ്റാത്തത്, അല്ല നാട്ടുകാർ വിചാരിക്കുന്ന എത്തിയിട്ടൊന്നല്ല. അല്ല, ആയത്തിന്റെ കെട്ടാൻ പറ്റൂല. എനിക്ക് എന്റെ മകളെ കല്യാണം കഴിക്കാൻ പറ്റൂല. സ്വന്തം പെൺകുട്ടിനെ വാപ്പ കല്യാണം കഴിക്കാൻ പറ്റില്ല, ആയത്തുണ്ട്. പെങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ആങ്ങൾക്ക് ആയത്തുണ്ട്. ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പറ്റും, ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പറ്റില്ല അള്ളങ്ങനെ എണ്ണി 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 ബാക്കി അതിന്റെ ഭാഗമായിട്ട് ശറഹായി പ്രവാചകൻ ബാക്കി 2 ആൾക്കാരെ വേറെ എണ്ണി. എന്നിട്ട് അള്ളാഹു എണ്ണി ഉമ്മാനെ കെട്ടാൻ പറ്റൂല, പെങ്ങളെ കെട്ടാൻ പറ്റൂല, മകളെ കെട്ടാൻ പറ്റൂല. രണ്ടാമതൊരു ഭാര്യ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ആദ്യ ഭാര്യ ജീവിച്ചിരിക്കെ, ആദ്യ ഭാര്യയുടെ ജേഷ്ഠത്തിയെയോ അനിയത്തിയെയോ അവൾ ജീവിച്ചിരിക്കെ കല്യാണം കഴിക്കാൻ പറ്റൂല. എണ്ണി എണ്ണി എണ്ണിങ്ങനെ പറഞ്ഞെടുത്ത് മോളെ അവസാനം 2 ആയത്തുകൾ അള്ളാഹു നിർത്തുന്നത്.
പരിശുദ്ധകളാകണം, വ്യഭിചാര പ്രവർത്തനം നടത്താത്തവരാകണം. അവസാനം രഹസ്യ കാമുകി കാമുകബന്ധം ഇല്ലാത്തവരാകണം. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് മഹർ തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടെടുത്ത് പറയും രഹസ്യ കാമുകി കാമുകബന്ധം ഇസ്ലാമിലില്ല. മോളെ, മൗലവിക്ക് ഉമ്മാനെ കല്യാണം കഴിക്കാൻ പറ്റൂല എന്ന് നീ പറഞ്ഞ പോലെ ഖുർആനിലെ ആയത്ത് പ്രകാരം അല്ലാഹ് പറഞ്ഞു, രഹസ്യ കാമുകി കാമുകബന്ധം ബാപ്പാന്റെ ഇമ്മാന്റെ അനുവാദമില്ലാതെ ദീനി വിരുദ്ധമായ ഒരു ബന്ധം ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് 4 കൂട്ടുകാരന്മാരെ കൂട്ടിയിട്ട് കയ്യും ഒരു മോതിരവും അങ്ങോട്ടൊരു മാലയും ഇങ്ങോട്ടൊരു മാലിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടായതുകൊണ്ട് ഇസ്ലാമിൽ കല്യാണം ആകൂല. ഖുർആനിന്റെ 2 ആയത്താണ് അങ്ങനത്തെ വിവാഹം പാടില്ല. 2 മോളെ വെച്ച ദീനല്ലേ. 2 മോളെ, എനിക്ക് മോൾ അത്ര അറിയാം, ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ നീ നല്ല ദീനിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മോള് ദീനി വെച്ചോണ്ട് വരാൻ. മോളെ, കല്യാണല്ലേ കഴിക്കാൻ പോണത്? അതെ, കല്യാണം കൊണ്ട് മോൾക്ക് കിട്ടേണ്ടത് എന്താണ്? കല്യാണത്തിലൂടെ എന്താ കിട്ടേണ്ടത്? പറഞ്ഞു സന്തോഷവും സമാധാനവും. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു, മോളെ എങ്കിൽ ഞാൻ പറയട്ടെ, സന്തോഷ സമാധാനമല്ലേ? അല്ലേ? ആണ്. കുട്ടികൾ നല്ലവരാണോ? നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടണം, റാഹത്ത് കിട്ടണം, അല്ലേ? ഓക്കെ മോളെ, കല്യാണത്തിലെ സന്തോഷവും, ഒരു കുട്ടിന്റെ കല്യാണത്തിലെ സന്തോഷവും ആഹ്ലാദവും അള്ളാഹു വെച്ചത് ബാപ്പാന്റെയും ഉമ്മാന്റെയും തൃപ്തിയിലാണ്. മോളെ കല്യാണം നടക്കുകയാണ്. ഞാൻ ഇവിടെ ഇരിക്കണ പെൺകുട്ടിയോട് കൂടി പറയണം, നിങ്ങളെ കല്യാണം നടക്കുകയാണ്. ആ സമയത്ത് നിങ്ങളെ കല്യാണം കഴിക്കുന്ന സമയത്ത്, കഴിച്ചു കൊടുക്കുന്ന സമയത്ത്, സ്റ്റേജിൽ നിന്ന് നിക്കാഹ് നടക്കുന്ന സമയത്ത് വാപ്പ വരന്റെ കൈ ഇങ്ങനെ പിടിച്ച്, എന്റെ മകൾ ഇന്നവളെ സ്വർണ്ണാഭരണ മഹറായി നിശ്ചയിച്ച് താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിൽ നിന്ന് പടച്ചോനോട്, നാഥ എന്റെ കുട്ടിയാണ്, ഇത്രയും കാലം ഞാൻ കൈപിടിച്ച് അങ്ങാടിയിലൂടെ, മദ്രസയിലൂടെ, പള്ളിയിലൂടെ, കല്യാണത്തിലൂടെ ഞാൻ കൊണ്ടു നടന്ന എന്റെ പ്രിയപ്പെട്ട മകളാണ്. നാഥ, പലതും അവൾ പഠിച്ചിട്ടുണ്ട്, ചിലതൊന്നും അവൾ പഠിച്ചിട്ടില്ല, പലതും ഞാൻ അവളെ വളർത്തുമ്പോൾ ശരിയാക്കിയിട്ടുണ്ട്, ചിലതൊന്നും ശരിയായിട്ടില്ല. നാഥ, മറ്റൊരു വീട്ടിക്ക്, മറ്റൊരു നാട്ടിക്ക്, മറ്റൊരു കുടുംബത്തിക്ക് എന്റെ കുട്ടി പോകാണ്. റഹ്മാനായ നാഥ, എന്റെ കുട്ടിക്ക് സന്തോഷം നൽകണമേ നാഥ, പോരായ്മകൾ തിരുത്തണമേ നാഥ, ഹൈറായൊരു ജീവൻ നൽകണമേ നാഥ എന്ന് ആ വാപ്പ കൈ കൊടുക്കുന്ന സമയത്ത് ഹൃദയത്തിൽ നിന്ന് പടച്ചോനോട് പ്രാർത്ഥിച്ച് നെഞ്ചകത്തുന്ന ഒരു ദുആ പോകാനുണ്ട്. ഇത് കേൾക്കുമ്പോൾ, ഇത് മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ സദസ്സിൽ വെച്ചിട്ട് തട്ടമിട്ട് ഉമ്മയുണ്ടാകും, പടച്ചോനെ എന്റെ കുട്ടിയാണ്, 9 മാസം ഞാൻ നൊന്ത് പ്രസവിച്ച് എന്റെ അമ്മിഞ്ഞ പാല് കുടിച്ച് എന്റെ മൂത്ത രണ്ടാമത്തെ അവസാനത്തെ കുട്ടിയാണ് നാഥ, ഇന്റെ അതേ ചായയാണെന്നാണ് എല്ലാവരും പറയുന്നത്, ഇന്റെ അതേ സ്വഭാവമാണെന്നാണ് എല്ലാവരും പറയുന്നത്, ഞാൻ അങ്ങേയറ്റം സ്നേഹിച്ച് വളർത്തി എന്റെ കുട്ടിയാണ് നാഥ. ഇതാ മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന റഹ്മാനായ നാഥ, അവിടുത്തെ ഉമ്മ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണമേ, എന്റെ കുട്ടി അവിടുത്തെ ആൾക്കാരോട് നല്ല രൂപത്തിൽ പെരുമാറണമേ, സന്തോഷമുള്ള ഒരു ജീവൻ നൽകണമേ, എന്റെ കുട്ടിക്ക് ഹൈറായ ഒരു ജീവൻ നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കണ്ണിൽ നിന്നും ഉതിർന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ തട്ടത്തിന്റെ അഗ്രഭാഗം കൊണ്ട് തുടച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവിടെയുള്ള മുഴുവൻ ആളുകളും നമ്മൾക്ക് നേരെ, വധുവിന്റെയും വരന്റെയും നേരെ വന്ന് ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫിൽ ഖൈർ, എടാ അല്ലാഹുവിന്റെ ഖൈറും ബർക്കത്തും നിനക്കുണ്ടാകട്ടെ, സ്വർഗ്ഗത്തിലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കട്ടെ, ഈ ദുനിയാവിൽ സന്തോഷം നൽകട്ടെ, ഹലാഹല അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മക്കളെ നിങ്ങൾക്ക് ഖുർറത്തു ഐനായി തരട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് അവസാനം ഭക്ഷണം കഴിച്ച് ഭക്ഷണം കൊടുത്ത് നമ്മുടെ മാതാപിതാക്കൾ കൈകൊടുത്ത ആളുകൾ ബാറക്കല്ലാഹു ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വറഹംഹും, ഞങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി പണം ചെലവഴിച്ച, ഞങ്ങൾക്ക് വലീമക്ക് വേണ്ടി സമയം തന്ന, ഞങ്ങൾക്ക് ഭക്ഷണമായി ഒരുക്കി തന്ന അബ്ദുറഹ്മാൻ കാക്ക, ഫാത്തിമാത്ത, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ബർക്കത്തുണ്ടാകട്ടെ, വന്നിട്ടുള്ള പാപങ്ങൾ പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരു കല്യാണം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കല്യാണമാണ്. മറിച്ച് മോളെ നിന്റെ കല്യാണത്തിന്റെ സമയത്ത് വരന് കൈ ഇങ്ങനെ കൊടുക്കുമ്പം ബാപ്പാന്റെ നെഞ്ചിങ്ങനെ പൊട്ടുണ്ടാവും. പടച്ചോനെ, ഇത്രയും കാലം ഞാൻ പോറ്റി വളർത്തി എന്റെ കുട്ടി എന്തിനാണ് നാഥ എന്നോട് ഇങ്ങനെ ചെയ്തത്? ആൾക്കാരുടെ വശലാകാതിരിക്കാൻ ഞാൻ കെട്ടിച്ച് കൊടുക്കുകയാണല്ലോ, മാനം കടാതിരിക്കാൻ ഞാൻ നിർവാഹമില്ലാതെ ചെയ്യാണല്ലോ, 1% പോലും തൃപ്തിയില്ലാതെ ഞാൻ കെട്ടിച്ചയക്കാണല്ലോ, ഞാൻ ഗൾഫ് നാട്ടിൽ ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ട് അവൾക്ക് വേണ്ടി ജീവിച്ചിട്ട് എന്റെ കുട്ടി എന്തിനാ പടച്ചോനെ എന്നോട് ഇത് ചെയ്തത് എന്ന് മനസ്സിന്ന് അറിയാതെ ഹൃദയത്തിൽ നിന്ന് നൊമ്പരപ്പെട്ട ഒരു പ്രാർത്ഥന
അള്ളാഹുലേക്ക് ഉയരുമ്പോ അതേ സദസ്സിൽ അത്രയും കാലം 27 അസ്ഥി ഒന്നിച്ച് പൊട്ടുന്ന വേദനയിൽ പ്രസവിച്ച പാവപ്പെട്ട ഉമ്മ, നാഥാ എന്താണെന്നാൽ എന്റെ കുട്ടിനോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് മനസ്സിൽ നിന്ന് വേദനയോടുകൂടി ആരാരും കാണാതെ കൈ കഴുകുന്ന ഭാഗത്ത് പോയി മുഖം കഴുകുന്ന വെള്ളത്തിന്റെ കൂടെ കണ്ണുനീർ തുള്ളികളും അള്ളാഹുവിന്റെ മുന്നിൽ ഒഴുക്കി, പടച്ചോനെ എന്റെ കുട്ടിനോട് ഇങ്ങനെ ചെയ്തത് നെഞ്ചിന്ന് പോകണില്ലല്ലോ എന്ന് ഹൃദയത്തിൽ നിന്നറിയാതെ ആരോടും പറയാതെയുള്ള സങ്കടം അള്ളാഹുവിനോട് ഇറക്കി വെക്കുന്ന കല്യാണവും മോളെ രണ്ടും രണ്ടാണ്. ഒന്ന് അള്ളാന്റെ തൃപ്തി ഉണ്ടാകും, ആ കുടുംബജീവിതത്തിൽ പടച്ചോന്റെ ബർക്കത്ത് ഉണ്ടാകും, ഭർത്താവും ഭാര്യയും തമ്മിൽ ഹൃദയ വിശാലത അള്ള തരും. രണ്ടാമത്തേത് പടച്ചോൻ തിരിഞ്ഞു നോക്കൂല. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ ഉപകാരം ഉണ്ടാകുന്നതുകൊണ്ട് പറയണം, ഞാൻ പെൺകുട്ടികൾ ഉണ്ടായതുകൊണ്ട് പറയണം. ഇസ്ലാമിൽ ചില തെറ്റാള് പറഞ്ഞത് കേൾക്കാതെ തോന്നിയാസം ചെയ്താൽ പിന്നീട് തിരിച്ചു കിട്ടുന്നത് ഭയാനകമായ ശിക്ഷയായിരിക്കും. ഞങ്ങൾ അനന്തര സ്വത്ത് കിട്ടുമോ? നമ്മളെ മക്കളോട് ആരെങ്കിലും ചോദിച്ചിക്കണോ? ഇല്ല. എന്തേ ചോദിക്കാതെ? ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കണ സദസ്സിലേക്ക് നമ്മളെ കുട്ടികളെ എത്തിക്കണം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞ രസങ്ങളെ, ഇവിടെ മുഴുവൻ രക്ഷിതാക്കളെ അടുത്ത തവണ അടുത്തൊരു വർഷമുണ്ട്, അടുത്തൊരു വർഷം നടക്കുമ്പോൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ മക്കളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തണം ഇൻഷാ അല്ലാഹ്. ഇത് നടത്തുന്നതിന് അങ്ങേയറ്റം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ആ കൂട്ടത്തിൽ നമ്മളെ പെൺകുട്ടികളെ ആൺകുട്ടികളെ നിർത്തണം ഇതേപോലെ. എന്നിട്ടൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ഓല ഏൽപ്പിക്കണം. എടാ മൗലവിമാരെ നമ്പർ ഇതാ, നിങ്ങൾ വിളിക്കുക, നിങ്ങൾ നടത്തി. ഈ നാട് ദീനിയാകണമെങ്കിൽ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അടുത്ത തലമുറ നശിക്കാതിരിക്കണമെങ്കിൽ, കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് ചേരണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് ദീനിന്റെ വഴി കിട്ടണം 100%. അല്ലെങ്കിൽ നമ്മക്കടിയിൽ ആത്മഹത്യ ഉണ്ടാകും, നമ്മക്കടിയിൽ ഒളിച്ചോട്ടുണ്ടാകും, നമ്മക്കടിയിൽ നിസ്കരിക്കാത്ത മക്കളുണ്ടാകും, നമ്മൾക്കടിയിൽ ബാപ്പാനിമ്മാനും മുഖത്ത് ചൂണ്ടി സംസാരിച്ച് ഇറങ്ങിപ്പോണ മക്കളുണ്ടാകും. കാരണം അവർക്കറിയാം അവരെ ചുറ്റുഭാഗത്ത് മുഴുവൻ അവരെ പഠിപ്പിക്കുന്നത് ബാപ്പാൻ ഇമ്മാൻ ഇഷ്ടത്തിന് വളരേണ്ടവരല്ല നിങ്ങൾ എന്നാണ്. ദീനിന്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ എന്നാണ്. നിങ്ങളുടെ ജീവിതം മടുക്കുമ്പോ പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണ്ട, ആത്മഹത്യ ചെയ്തോളൂ എന്നതാണ്. അതിൽ നിന്ന് അവർ മാറിയിട്ട് അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടായാലും ഞാൻ പിടിച്ചു നിന്നാൽ അള്ളാഹു എനിക്ക് സ്വർഗം നൽകും എന്ന തവക്കുലിന്റെ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദീനുള്ളിലേക്ക് പ്രവേശിക്കണം. സുബഹിക്ക് നമ്മുടെ കുട്ടികൾ പള്ളിയിലേക്ക് വരണം. ബാപ്പാന്റെ കൈ പിടിച്ച് ബാപ്പ വിളിച്ചുണർത്തി വരുന്ന മക്കൾ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകണം. അതിന് ഹൃദയത്തിലേക്ക് ദീൻ കയറണം. ആ ദീൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവസാനിപ്പിക്കുന്നു. ഉമ്മമാരെ, ബാപ്പമാരെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. അതെന്താണ്? ദീൻ എന്ന് പറയുന്നത് ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാം. ശരിക്ക് കരുതണം കേട്ടോ, ശരിക്ക് കരുതണം. ദീൻ നഷ്ടപ്പെട്ടു പോകാം. എന്റെ നാട്ടിലെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. സാധാ ഡോക്ടർ ഒന്നല്ല, ആഴ്ചയിൽ ഒരിക്കൽ, അന്ന് CD-യും പെൻഡ്രൈവാണ്, ഇപ്പോഴല്ല കുറച്ചു മുമ്പാണ്, CD-യും പെൻഡ്രൈവും അമാനി മൗലവിയുടെ തഫ്സീറും ചെറിയ മുണ്ടം മൗലവിയുടെയും കുഞ്ഞോറപ്പൂർ സാഹിബിന്റെ ഒക്കെ ഖുർആൻ പരിഭാഷയുമായി മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് 4 ജില്ലകളിലെ പ്രധാനപ്പെട്ട ദീനുമായി ബന്ധമില്ലാത്ത മുസ്ലിം സഹോദരങ്ങളുടെ വീടുകളിലേക്ക് ഡോക്ടറായ അദ്ദേഹത്തിന് ടീമുണ്ട്. അവർ പോകും, വീട്ടുകാരുടെ ദീന് സംസാരിക്കും, തഫ്സീർ ഇല്ലാത്തവർക്ക് തഫ്സീർ കൊടുക്കും, പ്രഭാഷണ ആവശ്യമുള്ളവർക്ക് പെൻഡ്രൈവിൽ കയറ്റി കൊടുക്കും. അങ്ങനെ ദഅവത്ത് നിർവഹിച്ച ഡോക്ടർ. നമ്മൾ സാധാരണ ഒരു ഡോക്ടർക്കായ പിന്നെ അയിമന്ന് വിടും. അദ്ദേഹത്തിന് ടീമുണ്ട്, പ്രൊഫഷണൽ ടീം. എല്ലാ മാസവും 2 തവണ പോകും. അദ്ദേഹം വഴി എത്ര ആൾക്കാർ ഇസ്ലാമക്ക് വന്നറിയോ? അതിന് ഒറ്റ കുട്ടി ഉണ്ടായിരുന്നു. ഭാര്യക്ക് പ്രസവ സംബന്ധമായ പ്രശ്നം ഉണ്ടായതുകൊണ്ട് പ്രസവിക്കാൻ പിന്നെ 2ാമത് കഴിയില്ലായിരുന്നു. ആ കുട്ടി 9ാം ക്ലാസ്സിലായിരിക്കെ ആക്സിഡന്റിൽ മരിച്ചു. ഒറ്റ കുട്ടിയാണ്, ആ കുട്ടി മരിച്ചു. പിന്നീട് നമ്മൾ കേൾക്കണം എന്താ അറിയോ? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുത്തു. മറ്റു ജില്ലകളിലേക്ക് പോയി അള്ളാഹുവിന്റെ ദീനാണ് സത്യം എന്ന് പറഞ്ഞ് ദഅവത്ത് നടത്തി ദീനിലേക്ക്, സത്യമതത്തിലേക്ക് 50-ലധികം ആളുകളെ കൊണ്ടുവരാൻ അള്ളാഹു നിശ്ചയിച്ച ഒരാൾ
ഒറ്റ പരീക്ഷണത്തുമെന്ന് ഹിസ്ബുല്ലാഹ് അല്ലാഹുവിന്റെ പാർട്ടിയിൽ നിന്ന് ഹിസ്ബു ശൈത്താൻ ശൈത്താന്റെ പാർട്ടിക്കാണ് പോയി. ഒറ്റ പരീക്ഷണം. അതെന്താ പറയണറിയോ? ഉമ്മാരെ ബാപ്പാരെ, ഒരു പരീക്ഷണം മതി, ഒരു കൂട്ടുകെട്ടുണ്ടായ മതി. ഞാൻ ഇന്നും ആലോചിക്കാണ്, ഇന്നും ഒരു പള്ളി ഉണ്ടാക്കിയിട്ട്, നിങ്ങൾ കേട്ടോ അത്ഭുതപ്പെട്ടു, ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് ഇന്റെ അടുക്കല വന്നത്, മൗലവി നമുക്കൊരു പള്ളി ഉണ്ടാക്കണം, എനിക്കൊരു സ്ഥലമുണ്ട്, ഞാൻ കുറച്ച് പൈസ എടുക്കാം, സ്ഥലം എടുക്കാം, പൗതി പൈസ എടുക്കാം, പൗതി നിങ്ങൾ ഉണ്ടാക്കി തരുമോ? എടാ ഉണ്ടാക്കടാ. ഞാൻ ഉണ്ടാക്കാന്ന് എന്താ അറിയോ? അവന്റെ താല്പര്യം എന്താണ്? അവൻ വലിയ അത്യാവശ്യം സാമ്പത്തികമുണ്ട്, സ്ഥലത്തിന്റെ അപ്പുറത്തൊരു പള്ളിക്ക് സ്ഥലം ഉണ്ടാക്കി, സ്ഥലം വാങ്ങിത്തന്ന് പള്ളിയുടെ 35 ലക്ഷം രൂപയുടെ പള്ളിയുടെ 20 ലക്ഷവും അവനെടുത്ത് 15 നമ്മൾ ആളുകളേക്കൊന്ന് പോയി പിരിച്ച് പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ മുഅദ്ദിനെങ്ങാനും വൈകിയാൽ പകരം ബാങ്ക് കൊടുക്കുന്ന കേരളത്തിലെ വലിയ പൊതുമരാമത്തിന്റെ കോൺട്രാക്ട് ഒക്കെ എടുക്കുന്ന നല്ല ധനാഢ്യനായ ചെറുപ്പക്കാരൻ, ഒരു 38-39 വയസ്സുണ്ടാകാം, തലമുറയായി സാമ്പത്തികമുണ്ട്, വാപ്പാക്കു തന്നെയാണ്, വലിയ കോൺട്രാക്റ്റാണ് എടുക്കുക, ചെറുതല്ല വലിയത്, ഗവൺമെന്റ് സംവിധാനത്തിൽ വരുന്നത്. ആ ജോലി സംബന്ധമായി കോഴിക്കോട് ഭാഗത്ത് 4 മാസം ഫ്ലാറ്റിൽ നിന്നു, 4 മാസം ഫ്ലാറ്റിൽ നിന്ന് നാട്ടിലേക്ക് പിന്നെ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന്റെ ബാപ്പ ഇന്ന വീട്ടിൽ വിളിച്ചു. ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരും, എന്നോട് അർജന്റ് ആയിട്ട് വരണം ഫാറൂഖി. ഞാൻ ചെന്നു, നിങ്ങൾ എന്നോട് പറഞ്ഞു മോൻ ഇപ്പം സുബഹിക്ക് പോക്ക് നിർത്തി, ജമാഅത്തിന് പോക്ക് നിർത്തി, ഞാൻ പറയുമ്പോ മാത്രം നിസ്കരിക്കണ അവസ്ഥയ്ക്ക് വന്നു. ഓൻ എന്തോ ഫോണിൽ 40 വയസ്സായിട്ട് 39 വയസ്സായിട്ട് ഫോണിൽ എന്തൊക്കെ കുറച്ച് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്, പിന്നെ ഞാനിങ്ങനെ പറഞ്ഞാലും അങ്ങനെ കേൾക്കാത്ത അവസ്ഥയ്ക്ക് ഞാൻ നിർബന്ധിക്കുമ്പോ നിസ്കരിക്കുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ മനസ്സിലായി, കാരണം പള്ളി ഉണ്ടാക്കി ചെറുപ്പം അധികം സമയമായിട്ടില്ല, 2-3 കൊല്ലമായിട്ടുള്ളൂ. നല്ല ഭക്തനാണ്, നമ്മളെല്ലാ പ്രോഗ്രാമിലും ഉണ്ടാകുന്നതാണ്. 1.5 മാസം ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പം കേൾക്കണ വാർത്ത എന്താ അറിയോ? വീട്ടിൽ ബാപ്പിയും ഇമ്മിയും ഏട്ടനും സുബഹിക്ക് ജമാഅത്തിന് പോകുമ്പം വീട്ടിൽ തൂങ്ങി മരിച്ചു. അവന്റെ വണ്ടിയിൽ നിന്ന് ലഹരിന്റെ ഒരു സാധനം കിട്ടിയില്ല. എന്തായിക്കോട്ടെ, അള്ളാഹു എന്തായിക്കോട്ടെ, നമുക്ക് അറിയാത്തൊരു സംഗതിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞെന്താ അറിയോ? പള്ളി ഉണ്ടാക്കിയ ആള് 3 കൊല്ലം കൊണ്ട് തൂങ്ങി മരിച്ചു. പഴച്ചു പോകാൻ സാധ്യതയുണ്ട്, ഞാനടക്കം. എന്താ മാർഗം എനിക്കറിയാം? മാർഗം ദീന് നിലനിർത്തിക്കൊണ്ടോണം, ദീന് നിലനിർത്തിക്കൊണ്ടോണം. അതിനെന്താണ് അതിനെന്താ? അതിന് ജുമാ ഖുത്ബക്ക് നിങ്ങൾ വരണം. നിങ്ങൾക്കറിയോ ആ പുരുഷന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കണം? ഉമ്മാരത് ശരിക്കും ഞാൻ ഉമ്മാരുടെ പറഞ്ഞു, ഉമ്മാരെ പുരുഷന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താ അറിയോ? പുരുഷന്മാർക്ക് പ്രകൃതിപരമായി അള്ള ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളുണ്ട്. ഒരു പള്ളിനേറ്റ് ബന്ധപ്പെടാതെ ഒരു നിർവാഹം ഉണ്ടാവില്ല. ഞാൻ പള്ളിനേറ്റ് ബന്ധപ്പെടൂലാറുണ്ട് കാര്യം, ഒരു ബന്ധപ്പെടേണ്ടി വരും. ഇപ്പൊ മാരിപുസ്കാരത്തിന് കൂട്ടിൽ അങ്ങാടിയിൽ ഇവിടെ അങ്ങനെ കയറിക്കൊള്ളി, പന്തല കഴിഞ്ഞിട്ട് ടൗസറൊക്കെ പൊന്തിച്ചാണ്ട് ബൂട്ടൊക്കെ കൈ പിടിച്ചിങ്ങനെ നിൽക്കാണ്. മാരിവിന് ബാങ്കട് കൊടുത്ത് ഓന് പള്ളി കയറി നിർബന്ധിക്കാറ്, കാരണം എല്ലാവരും പള്ളിക്കൊക്കെ പോകും. മാരിവിനെ ഓടുന്നുണ്ടോ? മാരിവിന് അങ്ങാടിയിട്ട് എല്ലാവരും പള്ളിക്ക് കയറും. ഓൻ പള്ളിക്ക് കയറിയില്ലെങ്കിൽ ഓൻ റമദാൻ മാസം നോമ്പോക്കാത്തവന്റെ മോരിക്കാരും ഓൻ ഒറ്റക്ക് നിൽക്കും. നീയത്തൊക്കെ അവിടെ കെട്ടെ, സോ കയറേണ്ടി ഒരു പള്ളിക്ക്. ഓന്റെ ചങ്ങായിന്റെ നിക്കാഹ്, ഓന്റെ ചെങ്ങായി വന്നിട്ട് പള്ളർച്ച് തിന്നിട്ടുണ്ടാവും. ഓൻ പറ എന്റെ നിക്കാഹ് ഞാൻ പകരം വീട്ടടാ. ഓൻ നിക്കാഹ് കൊണ്ടേണ്ട് അസറിന്റെ പള്ളിക്ക് വെച്ചു. പപ്സും ചായ കിട്ടുള്ളൂ, പക്ഷെ കിട്ടണമെങ്കിൽ പള്ളിക്കൊക്കെ നിക്കാഹുത്തുമ്പോ കേൾക്കേണ്ടി വരും. കാരണം പള്ളിക്കലാണ് പള്ളിക്ക് കയറി നിർബന്ധമാണ്. റമദാനിൽ പോകേണ്ടി വരും, ജുമാക്ക് പോകേണ്ടി വരും. ഏത് ജമാഅത്ത് നിസ്കരിക്കാത്തൊരു ചങ്ങാനെ ക്യാമ്പസ് ഒന്നും ഓൻ ജുമാക്കോ ഇല്ലെങ്കിൽ ഒപ്പമുള്ള മുസ്ലിം ചക്കന്മാരേക്കൂലെ എത്താ ചങ്ങായി ഞങ്ങൾക്കൊന്ന് പള്ളിക്കൊക്കെ കൂടെ വെള്ളിയാഴ്ചയെങ്കിലും പോയിക്കൂടെ? ഓൻ ഇഷ്ടമല്ലെങ്കിൽ പോകേണ്ടി വരും. ഒരു പുരുഷന് അങ്ങാടി നിന്ന പള്ളിക്ക് കയറേണ്ടി വരും, റമദാനിൽ പള്ളിക്ക് പോകേണ്ടി വരും, ജുമാക്കോന് പോകേണ്ടി വരും, നിക്കാഹിനോന് പോകേണ്ടി വരും, ഫിത്ർ സക്കാത്ത് വാങ്ങാൻ പോകേണ്ടി വരും. ഒന്നുമില്ല ഈ മഹലിൽ നിന്ന് തെറ്റിയിട്ട് ഏത് ഒരു പൊതി കിട്ടാത്തതിന് അപ്പുറത്തെ മഹലിൽ പോയിട്ട് അവിടുന്നെങ്കിലും ഇറച്ചിപ്പൊതി വാങ്ങാൻ വേണ്ടി പള്ളിക്കാരൻ്റെ നമ്മൾ റമദാൻ വന്നാൽ പിന്നെ നമ്മളെ മഹല്ലൊക്കെ ബറാബറാവലാണ്. ഇവിടുന്ന് തെറ്റിയിട്ട് അങ്ങോട്ട് പോകണവരുണ്ടാവും, അവിടുന്ന് തെറ്റിയിട്ട് ഇങ്ങോട്ട് വരുന്നവരുണ്ടാവും. ഈ ലിസ്റ്റിൽ പെടാത്തവരൊക്കെ അത് സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്തോളൂ, അത് കുഴപ്പമില്ല. അങ്ങനെ സ്ത്രീകൾക്കോ സഹോദരിമാരെങ്ങൾക്കോ ജമാഅത്തില്ല, ജുമഅ ഇല്ല, നിങ്ങൾ പറയും ജുമഅ ഇല്ല,
മഴയ്ക്ക് വേണ്ടി നിസ്കാരം നിങ്ങൾക്കില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ദീനില്ല എന്നല്ല, നിങ്ങൾക്കില്ല. ഗ്രഹണ നിസ്കാരമല്ല, തറാവില്ല, ഒന്നുമില്ല. ഈ പറഞ്ഞ സാധനം ഒന്നുമില്ല. മരിച്ച മയ്യത്ത് നിസ്കാരം വരെ നിങ്ങൾക്ക് പാടില്ല എന്ന് നമ്മൾ നാട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് വേണ്ട, ഞാൻ ഉമ്മാടെ കട വാപ്പാടെ ഇന്റെ നിക്കാഹ്, നിങ്ങളെ മകളെ നിക്കാഹ് എടുക്കണം, നിങ്ങളെ മകളെ നിക്കാഹ് എടുക്കണം. വരൻ എവിടെ ഇരിക്കുക, പുതിയാപ്പിള എവിടെ ഇരിക്കുക? നിക്കാഹ് എടുക്കുമ്പോ ഇവിടെ മൗലവിന്റെ വേക്കില്. അത് മൗലവി കുറച്ച് ഊക്കുള്ള മൗലവി ആണെങ്കിൽ കുത്തുബനെടുക്ക്. വരൻ ഷംസീർ അറിയുന്നതിന് വേണ്ടി എന്നിങ്ങനെ പറയുമ്പോൾ നിൽക്കുന്നുണ്ട് ആകേണ്ടി വരും. ഓൻ ഉറങ്ങുകയാണെങ്കിൽ ഇതാക്കേണ്ടി വരും. അപ്പൊ ഷംസീറിന്റെ പെണ്ണുങ്ങളാകാൻ പോണ റസിയ എവിടെ കാരണം അവള് വേക്കില് കൂട്ടുകാരത്തിന്റെ പങ്ങനൊക്കെ ഉണ്ടാവും. നിക്കാഹ് എടുക്കുമ്പോൾ ഓളെ നിക്കാഹ് അല്ലെങ്കിൽ വലിയ ഇതൊക്കെ മുടിക്ക് ഇങ്ങനെ ആക്കിയിട്ട് ശരിയാക്കണടി, ശരിയാക്കണം. സ്വന്തം നിക്കാഹിന്റെ അന്ന് പോലും ദീനി കേൾക്കൂല. കുറ്റപ്പെടുത്തല്ലന്മാരെ, ആരതൊക്കെ തിരുത്തങ്ങൾ നാശിക്കുന്നു. എന്റെ നിക്കാഹിന് ഞാനും എന്റെ ഭാര്യയല്ലേ ആദ്യം കേൾക്കണ്ടേ? അല്ലാതെ ഇവിടെ 85 വയസ്സുള്ള അദ്രമാങ്കാക്ക് കഴിഞ്ഞ് കുടുംബജീവിതത്തിൽ നിക്കാവുത്ത് കേട്ടിട്ട് സമദാനിന്റെ പണ്ടത്തെ വാഴലില് 10,000 ആൾക്കാരുണ്ട്. എനിക്ക് കടപ്പുറത്തുനിന്ന് കേട്ടു, ഞാൻ പണ്ടതാണ്. അന്ന് സമദാനി സ്ത്രീധനരഹിത വിരുദ്ധ പ്രതിജ്ഞ എടുത്തുകയാണ്. സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ 10,000 ആൾക്കാരില് 2,000 ഫുൾ ആൾക്കാരില് അദ്ദേഹം എഴുതിയിട്ട് സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ എടുത്തപ്പോ 8,000-ഓളം 6,000-ഓളം ആൾക്കാർ നീച്ചുന്നാണ്ട് ഫുള്ള് ഊക്കിലിങ്ങനെ. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്ത്രീധനം വാങ്ങുക. 4,000 ആൾക്കാരുണ്ട് മെല്ലെ പോലെ വേക്കിലടിയിൽ ഔങ്ങിങ്ങനെ ഇരിക്കുന്നതാണ്. ആൾക്കാരെ ചെല്ല അല്ല എന്താ ഇപ്പൊ ഈ 6,000 നീച്ചെന്ന് ബാക്കി 4,000? 6,000 ഒക്കെ കല്യാണം കഴിഞ്ഞവരും 4,000 കെട്ടാൻ പോണവരാണ്. കാരണം ഓൾക്ക് ഇനി ചെല്ലാൻ പറ്റൂല. 6,000 ഉള്ളവർക്ക് എന്തും ചെല്ലാം. കാരണം കഴിഞ്ഞ് 35 വയസ്സായി 4 കുട്ടികളായി. ഞാൻ സ്ത്രീധനം വാങ്ങില്ല എന്ന് അള്ളാഹുവിന്റെ ഇനി രണ്ടാമത് കെട്ടുമ്പോ വാങ്ങൂലെന്ന് നീക്കാൻ അള്ളാഹു ആയാലും. അവനാന്റെ നിക്കാഹിന്റെ അന്ന് 85 വയസ്സുള്ള സൈനാരാക്കെ കാണും മുന്നിൽ നിന്നാണ് മബദ്ദത്തൻ റഹ്മത്തൻ വതു ഇങ്ങനെ കേട്ടുണ്ട്. കേൾക്കേണ്ട ഓളാണ് അവിടെ പോയാണ്ട് കൂട്ടാരത്തിന്റെ ഒപ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മോട് ഏത് നമ്മോട് മൗലവി ഓളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഓള് ഡോക്ടർമാരാണ്, ഓള് എഞ്ചിനീയർ. ആരാടാ കൂട്ടർ ഈ വലിയ വർത്താനം പറയുന്നത്? ഡോക്ടറായ എന്താ? ഞാൻ പറയാം, എന്റെ ഭാര്യ ഡോക്ടറാണ്, എന്റെ അനിയൻ ഡോക്ടർ. അതിന് എന്താ സംഭവം? എന്താ ഡോക്ടർമാർക്ക് ഇതിനൊന്നും കേൾക്കണ്ടേ? ഒരു ഡോക്ടറാണ്, ഓളോട് ആലപ്പുഴയിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓലിങ്ങനെ ബാക്കിലാ ടൈമില് നിക്കാഹ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും സ്റ്റേജുമക്കാരി ഫോട്ടോ എടുക്കാൻ നേരത്തൊന്നുമില്ലല്ലോ. ദീന് ഞാൻ പറഞ്ഞത്, അവനവൻ ദീന് കേൾക്കാതെയായാൽ ഈ ദീൻ കൈവിട്ടു പോകും. അതുകൊണ്ടാണ് ഓരോ നിസ്കാരത്തിലും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നിസ്കരിക്കാൻ വേണ്ടി ഓതെടുത്ത് ഖിബിലക്ക് നേരെ തിരിഞ്ഞ് നല്ല നീയത്തോടുകൂടി നിസ്കരിക്കണം എന്ന ബോധമുള്ള ഒരാളാണ് നിസ്കരിക്കുന്നത്. ആ നിസ്കരിക്കുമ്പോ പോലും നമ്മൾ അല്ലാണ്ട് പ്രാർത്ഥിക്കുന്നത് അറിയോ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗത്തിൽ നിസ്കരിക്കുന്ന എന്നെ നിലനിർത്തണമേ. കഴിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഉമ്മാരെ ജുമുഅ മുടങ്ങരുത്. ആണുങ്ങളോട് പറയണ്ട, ആണുങ്ങൾ ജുമാക്ക് ഇനി രണ്ടാം കുത്തുബയാണെങ്കിൽ വരും, അത് തെറ്റാണെന്നാലും പറയണം, വരും. ഉമ്മാരെ മുടങ്ങരുത്. മുടങ്ങിയാൽ ദീന് കേൾക്കാനുള്ള അവസരങ്ങൾ നിന്നാൽ തലമുറകളായി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ ജുമാക്ക് പോരാത്ത പെൺകുട്ടികളാവും. ഉമ്മാരെന്താ തീരുമാനിക്കേണ്ട അറിയോ? ഉമ്മാരെ ഒറ്റ കാര്യം തീരുമാനിക്കണ്ടേ. ഞാൻ ഈ പറഞ്ഞത് കൂടി അവസാനിപ്പിക്കണം. ഒറ്റ കാര്യം, എല്ലാ വെള്ളിയാഴ്ചയും പ്രവാചകന്റെ വാക്കുണ്ട്. എന്താ വാക്കെന്നറിയോ? സഹാബാക്കൾ പറയും, എല്ലാ വെള്ളിയാഴ്ചയും വരുന്നത് ഞങ്ങൾക്ക് ഭയമായിരുന്നു. വെള്ളിയാഴ്ചയാകുന്നത് ഞങ്ങൾക്ക് ഭയമായിരുന്നു. എന്തേ ഭയം? എന്താ വെള്ളിയാഴ്ചക്ക് ഭയം? വെള്ളിയാഴ്ചയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചത്, സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്, അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ആഴ്ചയിലെ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. ഖുതുബയും നിസ്കാരം അല്ലാഹു നിശ്ചയിച്ച ദിവസമാണ്. ശരി, പക്ഷേ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഭയമായിരുന്നു. എന്താ അമ്മാരെ നിങ്ങൾക്ക് അറിയോ? വെള്ളിയാഴ്ചയാണ് അന്ത്യനാൾ സംഭവിക്കുക. സഹാബാക്കൾ എന്താ പറയോ? ഓരോ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ ഹൃദയം ഇങ്ങനെ പടക്കും, പടച്ചോനെ ഇന്നാണോ അന്ത്യനാള് സംഭവിക്കുക? ഉമ്മാരെ, ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങൾ തീരുമാനിക്കേണ്ട എന്താ അറിയോ? നിങ്ങൾ തീരുമാനിക്കേണ്ടത് അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അന്ത്യനാളെങ്ങാനും സംഭവിക്കുന്ന അന്ന് വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ അലംഘനീയമായ നിയമപ്രകാരം ഭൂമി വിണ്ടുകേറി പർവ്വതങ്ങൾ ചിന്ന ഭിന്നമായി
സമുദ്രങ്ങളിൽ ആളിക്കത്തി ഫൈനൽ മഫർ എവിടെയാണ് ഒളിക്കേണ്ടത് എന്നറിയാതെ ഭീതി ചകിതമായി നമ്മൾ ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഒരു വെള്ളിയാഴ്ചയാണ് ഉണ്ടാകുക. ആ അന്ത്യനാൾ സംഭവിക്കുന്ന വെള്ളിയാഴ്ച അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പള്ളിയിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വെള്ളിയാഴ്ച ദിവസം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജുമാ ഖുതുബ കേട്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിക്റുകൾ ചൊല്ലി, വെള്ളിയാഴ്ച ഓതേണ്ട സൂറത്ത് കഹ്ഫ് ഓതി, വെള്ളിയാഴ്ച ചൊല്ലേണ്ട പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി, അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ട പള്ളിയിൽ വെച്ച് നമ്മൾ സ്ലാബ് താഴേക്ക് വീണ് മരിച്ചു പോവുകയാണോ വേണ്ടത്? അല്ല, അവനാന്റെ വീട്ടില് TV കണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് വീട്ടിൽ കുട്ടികളുടെ വീടടിച്ചുവാരി ഏതെങ്കിലും ചീനച്ചട്ടിയിൽ ഏതെങ്കിലും ഒരു സാധനം വേവിക്കുന്നതിനിടയിൽ അടുപ്പിൽ നിന്ന് തീയാളിക്കത്തി ആ വീട് താഴേക്ക് വീഴുന്നതിനിടയിൽ വീട്ടിൽ കിടന്നിട്ടാണോ നമ്മുടെ അന്ത്യമുണ്ടാകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച. ഞാൻ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പള്ളിയിൽ അന്ത്യനാളിനെ സ്വീകരിക്കണോ, അല്ല അവനാന്റെ വീട്ടിൽ നിന്ന് അടുക്കളയിൽ വെച്ചിട്ട് ആ സ്ലാബ് വീണിട്ട് അവിടുന്ന് മരിക്കണോ എന്ന് തീരുമാനിക്കുക. അപ്പൊ നമുക്ക് പോരാൻ ധൈര്യം ഉണ്ടാകും. എന്താ അമ്മാരെ നമ്മളെ ധാരണ എന്താ? ഞാൻ നിങ്ങളോട് കുറ്റപ്പെടുത്തല്ലോ, ഞാൻ നിങ്ങളോട് എന്നെ വരണം. എനിക്ക് വരാൻ ഒരു സ്ത്രീയെങ്കിലും അടുത്ത വെള്ളിയാഴ്ച പുതിയതായിട്ട് വരണം. ഞാൻ ഉമ്മാട് പറയണം, ഉമ്മാരെ നമ്മളെന്താ പറയൂ, അത് എന്താ മൈമൂനാത്തങ്ങൾ വരാന്? തൂമിച്ചതായിട്ടില്ല. അങ്ങനെ തൂമിച്ചാൽ ഭയങ്കര റിസ്ക് ആണല്ലോ, കറിയായി കൂട്ടാനായി. അങ്ങനെ തൂമിച്ചാൽ ഭയങ്കരമാണ്. അങ്ങനെ ചീനച്ചട്ടി വെക്കണം, ഈ എണ്ണ പാരണം, കടുകിടണം, പിന്നെ കരിയേപ്പിന്റെ എണ്ണം ആണെങ്കിൽ വറ്റൽ മുളക് ഇടണം, എന്താ ചെറിയ ഉള്ളി എണ്ണ. കാരണം അയക്കിട്ട ഭയങ്കര റിസ്ക് ആണ്. കാരണം 35 മണിക്കൂറിന്റെ പ്രോസസ്സാണ് തൂമിച്ച. എന്നാൽ ജുമാനക്കാനും പ്രാധാന്യമാണ് തൂമിച്ച. പിന്നെന്തേ ഇക്കാക്ക് ഓട്ടോറിക്ഷ കൊടുത്തയച്ചില്ല, കല്യാണത്തിന് ഓട്ടോറിക്ഷ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിലോ? കാക്ക ഞങ്ങളോട് എത്ര വട്ടാ പറഞ്ഞത് ഓട്ടോറിക്ഷ കൊടുത്തേക്കണം, അങ്ങനെ വിളി ജുമാക്ക് വിളിക്കില്ല. പിന്നെ നിങ്ങൾ കൊടുത്തയച്ചിട്ട് ഞാൻ പോരും, നിങ്ങൾ കൊടുത്തയച്ചില്ലെങ്കിൽ ഞാൻ പോരില്ല. ആർക്കാ സോങ്ങളെ വേണ്ടി? ഉമ്മാരെങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല, അതുകൊണ്ടാ പറഞ്ഞുതരും, ഇഷ്ടം കൊണ്ട് പറഞ്ഞു. ഞാൻ എന്റെ വാപ്പാന്റെ ഭാര്യ, ഞങ്ങൾ 3 ആളും ഈ വെള്ളിയാഴ്ച ജുമാക്ക് പോയി. അടുത്ത വെള്ളിയാഴ്ച ഞാനും എന്റെ ബാപ്പയും പോയി. എന്റെ ഭാര്യ പറഞ്ഞു തൂമിച്ചതായിട്ടില്ല, സിറ്റോട്ട് തോത്തിയിട്ട് ഫുള്ളായിട്ടില്ല, പേരക്കുട്ടിക്ക് ചോറെടുത്തിട്ടില്ല. ഓൾ ആ വെള്ളിയാഴ്ച പോയില്ല. എന്താ ഉണ്ടാകറിയോ? ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ ഒരാഴ്ചയിലെ മുഴുവൻ പാപങ്ങളും അള്ള പൊറുക്കും. പിറ്റത്തെ വെള്ളിയാഴ്ച ഞാനും ബാപ്പയും പോയാൽ എന്റെയും ബാപ്പാന്റെയും ഒരാഴ്ചയിലെ മുഴുവൻ പാപവും അള്ള പൊറുക്കും. എന്റെ ഭാര്യൻ്റെത് പെൻഡിങ് ആയി കിടക്കും, എന്റെ ഭാര്യൻ്റെത് പെൻഡിങ് ആയി കിടക്കും. ഉമ്മമാരെ, എത്ര വെള്ളിയാഴ്ചയുടെ ആഴ്ചക്കണക്കിന് എത്ര പാപങ്ങൾ പെൻഡിങ് ആയി കിടക്കേണ്ട, അത് തൗബ ചെയ്യണ്ടേ? ജുമഅക്ക് വന്നാ മതി, അള്ളാഹു ആഴ്ചയിലെ പാപം പൊറുക്കും, പാപങ്ങൾ പൊറുക്കും. പിന്നെ നേരല്ല, നോണയാണ് മങ്ങമാരെ, നോണയാണ്, നേരല്ല എന്നുള്ള മോനെയാണ്. ഞാൻ പറഞ്ഞുതരാം നേരണ്ടോ. നിങ്ങൾക്ക് വ്യാഴാഴ്ച രാത്രി നിങ്ങളെ മാപ്പിള വന്നിട്ട് പറഞ്ഞു, ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, എടി നാളെ നമ്മളെ മകളെ കാണാൻ വേണ്ടി ഒരു ടീം 11:15 വരുന്നുണ്ട്, 11:15 വരുന്നുണ്ട്. ചിലപ്പോ രാവിലത്തെ ഭക്ഷണം ഇവിടുന്നേക്കാരും കഴിക്കുക, ചിലപ്പോ ഉച്ചക്കത്തെ ഇവിടുന്നേക്കാരും കഴിക്കുക. ഉമ്മാരെ എന്തൊക്കെ ഉണ്ടാവും? നിങ്ങൾ സുബൈക്ക് നീക്കും, വീട് മൊത്തം നിങ്ങൾ വൃത്തിയാക്കി കഴിയും, മുറ്റം മുഴുവൻ അടിച്ചോരി കഴിയും, വാഷ് ബേസിൻ മുഴുവൻ ക്ലീൻ ആക്കി കഴിയും, ബാത്റൂമിൽ പെനോയിൽ ഇട്ടാണ്ട് അവിടെ ഫുള്ള് കളർഫുൾ ആക്കും. പിന്നെ സിറ്റ് ഔട്ടിൽ അൽമനാറിന്റെ കലണ്ടറും അൽമനാറിന്റെ പ്രസിദ്ധീകരണവും അമാനി മൗലിന്റെ തഫ്സീറും വെക്കും. അങ്ങനെ കല്യാണം നടക്കാൻ പോവാണ്, ഈമാനുള്ള ടീമാന്ന് വിചാരിച്ചോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് അടി കുത്തു വയ്ക്കാറുണ്ടാകുക, പോട്ടെ, തൽക്കാലം വരുന്നോ വിചാരിച്ചോട്ടെ. എല്ലാം ശരിയാക്കി കുടുംബക്കാർ വന്നാൽ പോകാനുള്ള ബാത്റൂം, ബാക്കിയുള്ള ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെ അതും ഇതും കണ്ടാൽ എഴുതിയിട്ട് പോകാനുള്ള ബാത്റൂം ഒക്കെ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ എന്ത് പറയറിയോ? ഞാൻ രാവിലേക്ക് കുറച്ച് വെള്ളപ്പവും പത്തിരിയും പൊറാട്ടങ്ങൾ പുറത്തു വന്നാൽ മതി, കറി ഞാൻ 2 ടൈപ്പ് ഉണ്ടായിക്കണ്. ഇനി അഥവാ ഒരു ഉച്ചക്കാണ് നമ്മൾ മോശമാകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നെയ്ച്ചോറും കൂട്ടക്കറിയും കൂടി ഉണ്ടാക്കിക്കണ് കേട്ടോ. 11:15 മുതൽ റെഡി ആയിട്ട് 11:30 ആയിട്ട് ഓല് വന്നിട്ടില്ലെങ്കിൽ അപ്പൊ നിങ്ങളല്ലേ വരും എന്ന് പറഞ്ഞാൽ, നിങ്ങളല്ലേ ഇപ്പൊ വരും പറഞ്ഞ, അപ്പൊ നിങ്ങൾ പണിയൊക്കെ തീരും. ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ തീരും. വെള്ളിയാഴ്ച എന്തേ ഫാത്തിമാത്ത ഞങ്ങൾ തുടച്ച് സിറ്റ് ഔട്ട് എത്തിയപ്പോൾ ഇതിൽ വാങ്ങിക്കൊടുത്ത്. അല്ല, സിറ്റ് ഔട്ട് തുടക്കാതെ പള്ളിക്കൊക്കെ പോയാൽ നരകം കിട്ടുമല്ലോ. ഉണ്ടായത് കുറ്റപ്പെടുത്തല്ല, അവനാന്റെ ജീവിതം ആലോചിക്കുക. കുറച്ച് കാലേ ഉള്ളൂ. ആ കാലത്ത് ദീന് കേട്ട് പള്ളിയിലേക്ക് വരുന്ന ഓരോ സ്റ്റെപ്പും പാപമോചനവും, ഓരോ സ്റ്റെപ്പും സ്വർഗത്തിന്റെ ദറജയാണ്. ആണുങ്ങൾക്കും മാരത് കിട്ടുന്നുണ്ട്.
ആണുങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഒരു ജമാഅത്തിന് വന്നിട്ട് കിട്ടുന്നുണ്ട്, ജുമാക്ക് വന്നിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ജമാഅത്തിന് വന്നിട്ട് കിട്ടണില്ല, ജുമാക്കെങ്കിലും കിട്ടണ്ടേ? പള്ളിക്കിരുന്നീന്റെ കൂലി കിട്ടണ്ടേ? അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് ഇത്തിക്കാഫിന്റെ പുണ്യം കിട്ടണ്ടേ? ജുമാ ഖുതുബ കേട്ടതിന്റെ കൂലി കിട്ടണ്ടേ? സൂറത്ത് ഗൾഫ് കേട്ട് ഓതിയതിന്റെ കൂലി കിട്ടണ്ടേ? ഖുതുബ ശ്രവിച്ചതിന്റെ കൂലി കിട്ടണ്ടേ? കേട്ട ഖുതുബയനുസരിച്ച് ജീവിക്കാനുള്ള ഈമാനും തോക്കത്തും കിട്ടണ്ടേ? അതിന് ജുമാക്ക് വരണം. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാൻ, കുടുംബസമേതം ബാപ്പാരെ അതിനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കണം. അതിനുള്ള സൗകര്യം കൂടി ചെയ്ത് കൊടുക്കണം. ഞമ്മക്കുണ്ട് ഒരു സ്വഭാവം, അതും കൂടി അത് പറഞ്ഞില്ല. എന്താ വെച്ചാൽ നമ്മളാണ് ഞമ്മക്ക് ഇവിടുന്ന് ജുമാ കഴിഞ്ഞിട്ട് നേരെ പരിക്കുമ്പോ അഥവാ പെണ്ണുങ്ങൾ നേരം വയ്ക്കുക പിന്നെ കാണാൻ എന്റെ ജുമാക്കൊക്കെ ഞാൻ തീരുമാനമാക്കി തരാം. എന്ത് 5 മിനിറ്റ് ബീഫ് വിളമ്പാൻ വൈകിയാൽ മതി, അതോടെ വേണം ജുമാ തീരുമാനമാകും. പക്ഷെ ഞമ്മക്ക് വേണ്ടി ഇത്രയും ചെയ്ത് ഓർക്കും കൂടി ഒരു സ്വർഗം വേണ്ടേ? ഓർക്കും കൂടി അല്ല. പിന്നെ നമ്മൾ പണ്ട് കാക്ക പറഞ്ഞാൽ ഓല് മാണ്ടാന്നുള്ളതുകൊണ്ടാണ് ഓക്കെ. ഞാൻ എന്താ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴേ ഒരു കാക്കാൻ, അള്ളാഹുവേ ഇവിടെ നല്ല ദാമ്പത്യ ജീവിതം നയിച്ച് നല്ല സ്നേഹത്തിൽ ജീവിച്ച അതേ ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിലും അതേ ഇണയെ തന്നെ നൽകുന്നതാണ്. അതിൽ കാക്ക നീച്ചുന്നുണ്ട്, ഇവിടെയെങ്കിലും ഞാൻ നിസ്കരിച്ചണം, നോമ്പ് വെക്കണം, അവിടെയെങ്കിലും വേറെ കിട്ടുന്ന എഴുതിയിട്ടാണ്, അവിടെ ഇതാണെങ്കിൽ അതൊക്കെ നിർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. സോ നമ്മളെ ഭാര്യമാര് അവർക്ക് ജുമാക്കോ നമ്മൾ പറയാം, എടി ജുമാക്ക് മൗലവി പറഞ്ഞില്ല കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് നടക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ആക്കി തരാം. അതിന് ഞാൻ ഇത് പറയട്ടെ, നമ്മൾ മറ്റൊരു വിഷയമാണ് ഈ ആണുങ്ങളായ ഞങ്ങളൊരു പ്രകൃതി വെച്ചാൽ ഞങ്ങൾ ഈ നാട്ടിൽ ഭയങ്കര സംഭവിക്കാറ്. ഇതിൽ കൂടെ ഒക്കെ ആണുങ്ങളെ ഇതിൽ കൂടെ ഇങ്ങനെ ഇപ്പൊ ഞങ്ങളൊക്കെയാണ് ഇതിൽ കൂടെ പോകുമ്പോൾ ഏതെങ്കിലും താത്ത ഇതിൽ കൂടെ പോയാൽ മതി, പഠിപ്പിച്ച ടീച്ചറോ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പരിചയപ്പെട്ടു, റുക്സാനത്താത്ത എന്താ ഇതിൽ കൂടെ ഒന്നുമില്ല, ഞാൻ ബസ് സ്റ്റോപ്പിൽ നടക്കാം. ബസ് സ്റ്റോപ്പിക്ക് 3 കിലോമീറ്റർ ഉണ്ടല്ലോ, നിങ്ങൾ അതുവരെ നടക്കേ വേണ്ട ഓക്കെ. എന്നിട്ട് ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് റുക്സാനത്താത്താനെ ഏൽപ്പിച്ചാണ്ട് ഡ്രൈവറോട് മുപ്പരടി പൈസ കൊടുക്കണ്ട, പൈസ ഞാൻ കൊടുത്തോണ്ട് കിട്ടും. ഓക്കെ, ഭയങ്കര സംഭവം, സൗമ്യശയം പ്രവർത്തനം. ഓനോന്റെ പെണ്ണുങ്ങളെ കൊണ്ട് ഇവിടെ ഇറങ്ങൂട്ടോ. ഡോക്ടറെ കാണാൻ വേണ്ടി 3 കിലോമീറ്റർ നടക്കേണ്ടി വരും പെണ്ണുങ്ങൾ. കാക്ക നമുക്കൊരു ഓട്ടോറിക്ഷ വിളിച്ചാൽ നടക്കല്ലേ, നടന്നൂടെ അങ്ങോട്ട് നടന്നൂട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നടത്തത്തിന് കുറച്ച് കമ്മിയുണ്ട്. അപ്പൊ റുക്സാന ടീച്ചർക്കും അത് ആളാകാനുള്ള പരിപാടിയാണ്. ഇത് പിന്നെ ആളാകണ ഇതൊന്നുമില്ലല്ലോ, ബാക്കിയുള്ളവരുടെ ഇങ്ങനെ ആളാകുക സംഭവമാകുക. ചില പെണ്ണുങ്ങളാണല്ലേ എന്നോട് ഞാൻ സത്യത്തിൽ പറയണം, മൗലവി ഇന്റെ കാക്ക ബാക്കിയുള്ള കുട്ടികളൊക്കെ എടുത്ത് പൊന്തിച്ചാണോ എനിക്ക് തോന്നുന്നു ഇയാൾക്ക് ഇതിനൊക്കെ കഴിയുന്നു. കാരണം ബാക്കിയുള്ള കുട്ടികളെ കാണുമ്പോൾ പഴയ പഠിച്ച കുട്ടികളെ കാണുമ്പോൾ മോൾക്കിടെ കീപ്പിട്ട് കിട, മോൾക്കിടെ കീപ്പിട്ട് കിട ഇവിടെ അവനാന്റെ കുട്ടീനെ പെണ്ണുങ്ങൾ കൊടുത്ത എനിക്കെന്താ അറിയില്ല, പാരമ്പര്യമായിട്ട് കുട്ടീനെ വെച്ച ഊരൊക്കെ ഒരു വേദനയാണ്. അവനാന്റെ കുട്ടീനെ നോക്കുമ്പോൾ എല്ലാവർക്കും വേദനയാണ്. ബാക്കിയുള്ള കുട്ടീനെ എടുത്തോണ്ട് ഉമ്മക്ക്, കാരണം അത് ഷോ വർക്കാണല്ലോ, ഷോ വർക്ക്. നമ്മൾ അവനാന്റെ ഭാര്യക്ക് ജുമാക്ക് പോകാൻ ഒരു 50 ഉറുപ്പ്യന്റെ ഓട്ടോറിക്ഷയെങ്കിലും വാങ്ങി കൊടുത്തില്ലേ പിന്നെ എന്താ നമ്മൾ കൊടുക്കുക? അത് നമ്മൾ പറയണ്ടേ, ജുമാക്ക് വാടി എങ്കിലേ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഞാൻ അവസാനിപ്പിക്കും തരും, വീട്ടിൽ മാറ്റം ഉണ്ടാണോ 2 കൂട്ടരും ദീന് കേട്ടാൽ മാറ്റം ഉണ്ടാവും, ഇല്ലേ മാറൂല. ബാപ്പാരങ്ങൾ എടങ്ങാറാവും. ഇവിടെ ഇരിക്കണ പല ബാപ്പാട് ചോദിക്കും, നിങ്ങൾ ഖുത്ബ കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് മാറ്റാൻ നോക്കിയ ഭാര്യമാര് ഖുത്ബ കേട്ടിട്ടില്ലേ, നിങ്ങൾക്ക് മാറ്റൽ അസഹനീയായി. സ്ത്രീകളെ നിങ്ങൾ ജുമാ കേട്ടു, നിങ്ങൾ അക്കാക്കാർ ജുമാ കേട്ടിട്ടില്ല, നിങ്ങൾ ജുമാ കേട്ട കാര്യം വീട്ടിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളെ കൊണ്ട് കഴിയില്ല. 2 കൂട്ടരും കേട്ടാൽ, അതിനുള്ള പറഞ്ഞ ഭാര്യയും ഭർത്താവും ജുമാക്ക് വരണം, മക്കളെയും കൂട്ടി വരണം. ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഞങ്ങളുടെ നാട്ടില് ഒരു ഖത്തീബ് ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിമി സുത്തുൻ, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധം 6 എണ്ണമാണ്. 1 അഫ്ശുസ്സലാമ ബൈനക്കും, സലാം വ്യാപിപ്പിക്കണം. അന്നത്തെ ഖുത്ബതേ ഞാൻ നാളെ പറഞ്ഞിരുന്നു, സലാം വ്യാപിപ്പിക്കണം. മൂപ്പര് മാത്രം ഖുത്ബ കേട്ടു, മൂപ്പര് ഇങ്ങോട്ട് മൗലവി വന്ന് ഖുത്ബി പറഞ്ഞു, സലാം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങേണ്ട വീട്ടിൽ നിന്നാണ്. മൂപ്പര് ഈമാൻ കൊണ്ട് വീട്ടിൽ പോയി, പെണ്ണുങ്ങൾ ജുമാക്കൊന്നും പോകാത്ത പെണ്ണുങ്ങളാണ്. മൂപ്പര് 51-ാം വയസ്സിൽ ആദ്യമായിട്ട് പരിക്കേട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങൾ കൊഞ്ചല്ലിട്ട മനുഷ്യരാണ് കഴിഞ്ഞു. കാരണം ഓൾക്ക് എന്തോ ഒരു കുളിര് മാറി, കാരണം ജുമ കേട്ടിട്ടില്ല. ഓൾക്ക് എന്തോ ഈ ടൈമിൽ റൊമാൻറ്റിക് ആകാൻ തോന്നുകയാണ്. കേൾക്കൂല, ഭാര്യ കേൾക്കൂല. നിങ്ങൾ എന്തോ ഒളിച്ചോടിനെ പറ്റി പറഞ്ഞു നോക്കി, ദീനിയായി ജീവിക്കണെ പറ്റി പറഞ്ഞു നോക്കി. ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ദീനി കേട്ടിട്ടില്ലേ, വാപ്പാരങ്ങൾ നടപ്പിലാക്കാൻ കഴിയൂല. ഒന്നിച്ച് കേൾക്കണം. ഭാര്യമാര് കേട്ടാൽ വീട്ടിൽ മാറ്റം ഉണ്ടാവും. ഭാര്യമാരെ നിങ്ങൾ നന്നായല്ലേ ഭർത്താക്കന്മാര് നന്നാവും. ഭർത്താക്കന്മാർ നിങ്ങളോട് ഞങ്ങളെ കിബിർ വെച്ച് അംഗീകരിച്ചില്ല, പക്ഷെ നന്നാവും.
ഭാര്യമാരെന്നിട്ട് കാക്കാനോട് കാക്ക നമ്മൾ സലാം പറയണമെന്നാണ് ഖുത്തുബി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങല്ലേ, എന്താ ഭർത്താക്കന്മാർ പറയണം, പൊന്നാര മൈമൂനാജി സലാം തുടങ്ങാതൊക്കെ എന്തെങ്കിലും ചെയ്തോ, എനിക്ക് സലഫി മഫ്താണോ ഞാൻ വാങ്ങിത്തരാം, എനിക്ക് ജുമാക്കോണോ ഞാൻ ജിഞ്ച മേത്തേക്ക് കയറാന്നാ മതി, ദയമായി ഞാൻ 8:10 ഇങ്ങനെ പോയിക്കൊണ്ട് അത് ആണുങ്ങൾ പറയും. പക്ഷെ ആണുങ്ങൾ അങ്ങാടിയിൽ പോയിട്ട് അവനെ കൂട്ടായിട്ട് എന്താ പറയോ, എടാ എന്റെ പെണ്ണുങ്ങൾ ജമീല ജുമാക്കൊക്കെ പോയി ഫുള്ള് സെറ്റപ്പ് അയക്കണ്, ഇപ്പൊ ഖുർആനോത്ത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, സുബൈക്കൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ ഒരു കണക്കിന് നല്ലത് അതാണ്, ഓള് നന്നായതുകൊണ്ട് അപ്പൊ ഇതുവരെ എങ്ങനെ ആയത്. കോട്ടെ മാഷാ അല്ലാഹ്, അതിന് തന്നെ അള്ളാഹ് നമുക്ക് സ്വർഗം തന്നെ. ആണുങ്ങൾ ഇത് പറയും, നിങ്ങളോട് ഇവരോണ്ട് പറയില്ല, അത് നിങ്ങളോട് സമ്മതിച്ച പിന്നെ നിങ്ങൾ തലയിൽ കയറുമെന്ന് വിചാരിച്ചിട്ടേക്കാരോ, നിങ്ങളോട് പറയില്ല. പക്ഷെ ഞങ്ങളെ മനസ്സിൽ നിങ്ങൾ ദീനിയാവുക ഞങ്ങളെ കൊണ്ടുവരാറുന്ന സന്തോഷമാണ്. സോ അതുകൊണ്ട് ജുമഅക്ക് സഹോദരിമാർ അടുത്ത വെള്ളിയാഴ്ച എങ്ങനെ ഉണ്ടാകണം, മുഴുവൻ സഹോദരിമാരുണ്ടാണ്, മക്കളെ കൊണ്ടുവരണം. വാപ്പാടുമാർ അവസാനത്തെ വാക്ക് നമ്മളെ മഹലിൽ കുട്ടികൾക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി ISM-ന്റെ MSM-ന്റെ ഒക്കെ പ്രവർത്തനം ഉണ്ടാവും. അതിൽ മുഴുവൻ എന്താ അറിയോ, ഈ പറയുന്ന ക്ലാസ്സുകളും അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ കളികളിലൂടെ ആക്ടിവിറ്റികളിലൂടെ ഖുർആനും ഹദീസൊക്കെ പഠിപ്പിച്ച് അവർക്കൊരു ഗ്യാങ് ഉണ്ടാക്കുകയാണ് ദീനിന്റെ. അതിൽ നമ്മളെ മക്കളെ പറഞ്ഞേക്കണം. ഓല് റബ്ബർ വെട്ടാനും വണ്ടിമ്മ പോകാനും ലോഡേറ്റാനും സാധാ ജോലിയും ആണെങ്കിൽ നമ്മൾ തൃപ്തരാകരുത്. അതിന്റെ കൂടെ അവർ സുബഹിക്ക് വരുന്നവരാണ്, ഇസ്ലാമിക വേഷം ധരിക്കുന്നവരാണ്. ജുമാക്ക് നമുക്ക് ബാക്കിക്ക് ബാപ്പ തിരിഞ്ഞു നോക്കാതെ പറയാൻ കഴിയണം, എന്റെ കുട്ടി പള്ളിക്കണ്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ എന്ന് പറയാൻ കഴിയണം. ഏതൊരു തോന്നിയാസത്തിന്റെ ഘട്ടങ്ങളിലും നമ്മുടെ മക്കൾക്ക് ദീനോടുകൂടി മാറി നിൽക്കാൻ കഴിയണം. അങ്ങനെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബമായി അള്ളാഹു നാളെ പരലോകത്ത് സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, നമ്മളെ കൂട്ടമായി സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ സ്വാഗതം ചെയ്ത് ഇതാ അള്ളാഹുവിനെ കാണാൻ, അമ്പിയാക്കന്മാരെ കാണാൻ, മാലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖത്റ അലാ ഖൽബി ബശരിൻ, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഒരു ചിത്രകാരന്റെ ഭാവനയിൽ തെളിഞ്ഞിട്ടില്ലാത്ത, നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും തെളിയാത്ത സുന്ദരമായ ജീവിതത്തിൽ ഇന്നുവരെ ആസ്വദിക്കാത്ത ഭാവനകൾക്കപ്പുറമായ മനോഹരമായ സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടി, അമ്പിയാക്കന്മാരെ കണ്ടുമുട്ടി, സഹാബാക്കളെ കണ്ടുമുട്ടി. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, കുത്തുവാക്കുകളില്ലാത്ത, ആക്ഷേപങ്ങളില്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറകളില്ലാത്ത, പാരവപ്പുകളില്ലാത്ത, അശ്ലീലതകളില്ലാത്ത സന്തോഷവും സമാധാനവും ഓരോ സെക്കൻഡുകളും വർദ്ധിക്കുന്ന അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ലോകത്തേക്ക്. വെള്ളിപ്പയുടെ കൂടെ വാപ്പയുടെ കൂടെ ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ച് മക്കളോടൊന്നിച്ച് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരായി റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത ഐനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, അല്ലാഹുവേ മുത്തഖികളായ ആളുകളുടെ മുന്നിൽ നടക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റേണമേ എന്ന ജീവിതം കൊണ്ട് അന്വർത്ഥമാക്കി സന്തോഷം കണ്ണുകളിലൂടെ ആനന്ദിച്ച് അംബിയാ മുർസലീങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ ദീനിയായി ജീവിച്ച് ഹറാമുകളിൽ നിന്ന് മാറി സുബഹിക്ക് വീടുകൾ ഉണർന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്ത് പിതാവിന്റെ കൂടെ ജുമഅക്ക് പങ്കെടുത്ത് മാതാവിന്റെ കൂടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് ഹറാമായ കാര്യത്തിൽ നിന്ന് മാറി നിന്ന് ഭക്തിയായി സഹാബാക്കളെ പോലെ ജീവിക്കാൻ കഴിയുന്ന നല്ല ഒരു തലമുറ നമ്മളിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നാളെയും നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരണം എന്നൊരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് മക്കൾക്ക് വേണ്ടി നമ്മുടെ മഹല്ലുകളിൽ മാസത്തിലൊരിക്കലെങ്കിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണമെന്നും ഇതിന്റെ തുടർച്ചയെന്നോണം അയൽക്കൂട്ടങ്ങളായി ഓരോ ചെറിയ ചെറിയ ഏരിയകളിലാക്കി നിങ്ങൾ ചെറിയ ചെറിയ ക്ലാസുകൾ നടത്തി ഈ ദീൻ കിട്ടിയ ദീൻ നിലനിർത്തുവാൻ വേണ്ടി സഹായിക്കണമെന്നും അതിന് എന്റെ കാരണവന്മാരായ എന്റെ കുടുംബക്കാരായ മാതാപിതാക്കൾ അതിനുവേണ്ടി ഓരോ പ്രോഗ്രാമിന്റെ ചെറിയ 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 വരുന്ന സാമ്പത്തികം ഞങ്ങൾ ഏറ്റെടുക്കാം, എന്റെ മുറ്റത്ത് വെച്ച് നടക്കിക്കോളൂ, മൈക്കസെറ്റിന്റെ ചെറിയ പൈസ ഞാൻ തരാം, ചെറിയ വെള്ളത്തിന്റെ പൈസ ഞാൻ തരാം എന്ന് തീരുമാനിച്ചാൽ ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ ആകാശത്തിന്റെയും ഭൂമിക്കിടയിലുള്ള മുഴുവനും അല്ലാഹുവിന്റെ ത്രാസിൽ വെച്ചാലും ഒരാൾ നമസ്കാരം തുടങ്ങിയതിന്റെ, ഒരാൾ ഷഹാദത്ത് കൈമ മനസ്സിലാക്കിയതിന്റെ, ഒരാൾ ദീനിലേക്ക് വന്നതിനേക്കാൾ അതിന്റെ പ്രതിഫലം ഇതിനേക്കാളും ഉണ്ടാകും എന്ന മഹനീയമായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ദഅവത്തിന്റെ മാർഗത്തിൽ സജീവമായി കുടുംബസമേതം സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് വരിക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും
കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും ഒരുപാട് അധ്വാനിച്ച ആളുകൾ റഹ്മാനായ നാഥ നീ അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ദീനിന്റെ മുൻനിരയിലേക്ക് ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നീ എത്തിച്ചു നൽകണമേ റഹ്മാനെ. അവിടെ ഹൃദയത്തിൽ ഈമാനിനോടും ദീനിനോടും ഇഷ്ടമുണ്ടാക്കി നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ എല്ലാവർക്കും നാഥ നീ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ വരുമാനങ്ങളിൽ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അല്ലാഹുവേ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കടം വീട്ടാനുള്ള തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ നല്ല കുടുംബജീവിതം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഫലസ്തീനിലെ സാധുക്കളായ ഞങ്ങളുടെ കുടുംബക്കാർക്ക് സന്തോഷവും സമാധാനവും തിരിച്ചു നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്ക് ചെയ്യാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്ൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.